الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹംദത്തുൽ അഹ്കാമിലെ കച്ചവടവുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് കിതാബുൽ ബുയൂഇൽ നിന്നാണ് നാം വായിച്ചു വരുന്നത്. അടുത്ത അധ്യായം ബാബുൽ ലുഖത്ത, ലുഖത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യായമാണ്. ലുഖത്ത എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾക്ക് പറയുന്നതാണ് ലുഖത്ത എന്നുള്ളത്. നമുക്ക് വഴിയിൽ നിന്നും നഷ്ടപ്പെട്ട ഒരു വസ്തുവിനെയോ നഷ്ടപ്പെട്ട ഒരു മൃഗത്തെയോ ഒക്കെ ലഭിച്ചാൽ അതെന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ ദീനിയായ ഹുക്ം എന്താണ് എന്നറിയിച്ചു തരുന്ന അധ്യായമാണ് ഇത്. ഇതിലാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ഹദീസ്, അൻ സയ്യിദ് ബിൻ ഖാലിദ് അൽ-ജുഹനി റളിയല്ലാഹു അൻഹു ഖാൽ സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ലുഖതത്തി الذهب أو الورق فقال اعرف وقاءها وعفاصها ثم عرفها سنة فإن لم تعرف فاستنفقها ولتكن وديعة عندك فإن جاءك طالبها يوما من الدهر فأدها إليه. وسأله عن ضالة الإبل فقال ما لك ولها دعها فإن معها حذاءها وسقاءها ترد الماء وتأكل الشجرة حتى يجدها ربها. وسأله عن الشاة فقال خذها فإنها هي لك أو لأخيك أو للذئب. ഈ ഹദീസിൽ സയ്യിദ് ബിൻ ഖാലിദ് അൽ-ജുഹനി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു. ആരാണ് ചോദിച്ചത് എന്നുള്ളത് വ്യക്തമല്ല. നമുക്കറിയാം, സഹാബികളിൽ ആരെങ്കിലും ഒരാൾ ഒരു വിഷയം ചെയ്തു എന്നറിയുകയും അത് ആരാണ് എന്നറിയാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അത് ഹദീസിനൊരു നിലക്കും ബാധിക്കുന്നതല്ല. കാരണം സഹാബിയെക്കുറിച്ച് അറിയാതിരിക്കുക എന്നുള്ളത് ഹദീസിന്റെ സനദിനെ ഒരു നിലക്കും ബാധിക്കുന്നതല്ല. കാരണം സഹാബികൾ മുഴുവനും സ്വീകാര്യയോഗ്യമായിട്ടുള്ള ആളുകളാണ്. ഏതെങ്കിലുമൊക്കെ ഒരു ഹദീസിൽ ജാ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസഅൽ, ഒരു വ്യക്തി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു, എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, എന്നിട്ട് എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ആരാണ് വ്യക്തി എന്നതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് അന്വേഷിക്കേണ്ടതില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട സഹാബിയാണ് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിൽ നമുക്കെന്തില്ല, വലിയ ഫായിദ ഇല്ല. ഇപ്പോൾ ഇവിടെ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു എന്നാണ് സയ്യിദ് ബിൻ ഖാലിദ് അൽ-ജുഹനി റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്തിനെ കുറിച്ചിട്ടാണ്? അൻ ലുഖതത്തി ദഹബി അവൽ വരിഖ്, സ്വർണമോ വെള്ളിയോ ലുഖത്തയായി വഴിയരികിൽ നഷ്ടപ്പെട്ട അവസ്ഥയിൽ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. നമ്മൾ പറഞ്ഞു, ലുഖത്ത എന്ന് പറഞ്ഞാൽ വഴിയരികിൽ നഷ്ടപ്പെട്ട വസ്തുവാണ്. അത് ജീവനുള്ള മൃഗങ്ങളാകാം. പഴയ കാലത്താണെങ്കിൽ മൃഗങ്ങളാ നിലക്ക് ഒരുപാട് വഴിയിൽ അങ്ങനെ ആളുകൾക്ക് ലഭിക്കാറുണ്ട്. കാരണം മനുഷ്യർ പ്രധാനപ്പെട്ട വാഹനം അതാണ്. അതല്ലെങ്കിൽ വസ്തുക്കളാകാം. ഉദാഹരണത്തിന് ഒരാൾക്കൊരു വാച്ച് കിട്ടുകയാണ് വഴിയരികിൽ, അത് ലുഖത്തയാണ്. അതല്ലെങ്കിൽ അയാൾ മരുഭൂമിയിലോ മറ്റോ ഒക്കെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഒരാടിനെയോ ഒട്ടകത്തെയോ ഒക്കെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ റോഡിൽ ഇങ്ങനെ ലഭിക്കുകയാണ്, അതൊക്കെ ലുഖത്തയാണ്. ഈ ഹദീസിൽ ഇങ്ങനെ ഏത് വസ്തുവാണെങ്കിലും ശരി, അതിന്റെ ഹുക്ം എന്താണ്, അതെന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. അപ്പൊ അവിടുന്ന് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അവിടുന്ന് പറഞ്ഞു, അതിന്റെ വിക്കാവും അതിന്റെ ഇഫാസുമൊക്കെ നീ എന്ത് ചെയ്യുക, അത് കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് അത് അറിയിക്കുക. എന്ന് പറഞ്ഞാൽ അത് ഇന്ന രൂപത്തിലുള്ള ഒരു വസ്തുവാണ്. നമ്മൾ ആളുകൾക്ക് അറിയണം ഇത് എൻ്റെ തന്നെ ആണോ എന്നറിയുന്ന രൂപത്തിൽ അതിന്റെ കാര്യങ്ങൾ, അതിന്റെ കെട്ടും മട്ടും എന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പൊരു പാക്കറ്റിലോ മറ്റോ ഉള്ളെങ്കിൽ ഒരു പാക്കറ്റിൽ ഇങ്ങനെ ഒരു ഇത്ര രൂപ കിട്ടിയിട്ടുണ്ട് എന്ന രൂപത്തിൽ ഒരാൾക്ക് പറയാവുന്നതാണ്. അതല്ലെങ്കിൽ ഇന്ന രൂപത്തിലുള്ള ഒരു കെട്ടതിനുണ്ട് എന്ന രൂപത്തിൽ അത് പറയാവുന്നതാണ്. സുമ്മ അരിഫ് ഹസന, പിന്നീട് ഒരു വർഷം അത് അയാൾ ഇങ്ങനെ ആൾ കൂടുന്ന സ്ഥലത്ത് അത് അറിയിക്കുകയും വേണം. ഇത്ര രൂപ എനിക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഒരു കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇത്ര വിലയുള്ള ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. പണ്ഡിതന്മാർ പറയാണ്, അവിടെ വളരെ വ്യക്തമായി അവിടെ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. എന്താണെന്ന് വെച്ചാൽ, ഒരു വേള കളവ് പറയുന്ന ഒരു വ്യക്തിക്ക് അത് എന്റേതാണ്, ഇന്നതല്ലേ എന്ന് പറഞ്ഞ അയാൾക്കത് കൈക്കലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായി അതിന്റെ കാര്യം വെളിപ്പെടുത്താതെ, എന്നാൽ ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടത് എന്റെ സാധനത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള അതിന്റെ മുജ്മലായ മൊത്തത്തിലുള്ള ചില വിശേഷണങ്ങൾ പറയാം. ഇങ്ങനെ ഒരു വാച്ചാണ് കിട്ടിയത്, ഇങ്ങനെ ഒരു കവറിലാണ് കിട്ടിയത്
പിന്നീട് ആൾ വരുന്ന സമയത്ത് നമുക്ക് അയാളോട് ചോദിക്കാവുന്നതാണ് ഏത് ബ്രാൻഡാണ്, അല്ലെങ്കിൽ ഏത് മോഡലാണ്, എന്താണ് അതിൻ്റെ കളർ, അതിൻ്റെ ബാൻഡ് എന്താണ്, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതല്ലെങ്കിൽ എന്താകട്ടെ, അവൻ്റെ മൃഗമാകട്ടെ ഏത് കോലത്തിലാണ്, എന്താണ് അതിൻ്റെ കളർ, എത്രയാണ് അതിൻ്റെ വലിപ്പം പോലെയുള്ള കാര്യങ്ങൾ അവനോട് ചോദിച്ചറിഞ്ഞതിന് ശേഷം പിന്നീട് അവനത് നൽകാവുന്നതാണ് എന്നാണ്. ഫൈൻ ലം തുഅറഫ് ഫസ്തംഫിഖ്ഹാ വൽതകുൻ വദീഅതൻ ഇൻദക ഫഇൻ ജാഅ ത്വാലിബുഹാ യൗമൻ മിന അദ്ദഹരി ഫഅദ്ദിഹാ ഇലൈ. ഒരു വർഷം ഇങ്ങനെ ഇത് കൃത്യമായി ആളുകൾ കൂടുന്നിടത്തൊക്കെ അറിയിച്ചിട്ടും ആരും വന്നിട്ടില്ല എങ്കിൽ അത് നിനക്ക് ചെലവഴിക്കാവുന്നതാണ്. നിന്റെ അടുക്കലുള്ളൊരു സൂക്ഷിപ്പ് മുതൽ പോലെ അതവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു കാലത്ത് ഒരു വ്യക്തി വന്ന് അത് ചോദിക്കുകയാണെങ്കിൽ നീ അപ്പോൾ അത് കൊടുത്താൽ മതിയാകുന്നതാണ്. അപ്പോൾ ഒരു വർഷം വരെ നിനക്കത് ഉപയോഗിക്കാൻ പാടില്ല. ഒരു വർഷം വരെ അത് നീ ഇങ്ങനെ വിളംബരം നടത്തി അത് കൃത്യമായി നിന്റെ അടുക്കൽ ഒരു വദീഅത്തായിട്ട് സൂക്ഷിക്കണം. വദീഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ ഏൽപ്പിക്കുന്ന ഒരു വസ്തുവാണ്. ഒരാളൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ തസറുഫ് പാടില്ല. ഉദാഹരണത്തിന് ഒരാൾ പറയാണ്, ഞാൻ നിങ്ങൾക്കൊരു 2 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലൊന്ന് വെക്കാൻ തരികയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെക്കാൻ ഏൽപ്പിച്ചാൽ പിന്നെ നമ്മൾ കച്ചവടത്തിൽ ഇറക്കാനോ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ അത് പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വെക്കാൻ വേണ്ടി നമ്മൾ ഏറ്റെടുത്തതാണ്. നമ്മളൊരു വിശ്വസ്തത കൊണ്ട് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ്. അയാൾ നമ്മൾ അനുവദിക്കുകയാണ്, എന്ന് എടുത്തോളൂ, കുഴപ്പമില്ല, എനിക്കിന്ന് ഡേറ്റിനാകുമ്പോൾ തിരിച്ചു തന്നാൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഒരാൾക്ക് എടുക്കാം. അതല്ലെങ്കിൽ അടിസ്ഥാനം ഒരാൾ നമ്മുടെ കയ്യിൽ ഒരു പണം സൂക്ഷിപ്പിന് തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അതേപോലെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അത് കുഴപ്പമില്ല, അയാൾ എന്തായാലും എപ്പോഴല്ലേ ചോദിച്ചത്, നമ്മൾ എടുത്തു കളയാം എന്ന് ചിന്തിക്കരുത്. കാരണം അതിന് നിനക്ക് അർഹതയില്ല. അയാൾ നിന്നെ ഒരു അമാനത്ത് ഏൽപ്പിച്ചുകൊണ്ട് സൂക്ഷിപ്പിനായി നൽകിയിട്ടുള്ളതാണ്. പലപ്പോഴും ഇത് തെറ്റിക്കുന്നത് കൊണ്ട് പലർക്കും അബദ്ധം സംഭവിക്കാറുണ്ട്. അവരുടെ കയ്യിൽ കിട്ടിയ പണം എന്ത് ചെയ്യും, അവർ വേണ്ട ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കും. അവസാനം ചോദ്യകർത്താവ് വരുമ്പോഴേക്കും കൈമലർത്തുന്ന അവസ്ഥ പലർക്കും ഉണ്ടാകാറുണ്ട്. അത് വലിയ അബദ്ധമാണ്. ഞാനത് സാന്ദർഭികമായി പറഞ്ഞത്, ഈ ഒരു മുതൽ നിനക്ക് വഴിയിൽ നിന്ന് വെച്ച് കിട്ടിയ മുതൽ അതൊരു വദീഅത്തായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ആ പണം ഇപ്പോൾ ഉപയോഗിച്ചേക്കാം, പിന്നീട് ആൾ വരുമ്പോൾ നോക്കാം എന്നുള്ള നിലക്കല്ല. നമ്മളത് പ്രത്യേകം മാറ്റിയെടുത്ത് വെക്കുക. ഒരു വാച്ചാണെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, നമ്മളത് പ്രത്യേകം അത് മാറ്റി വെക്കുക. ആൾ കൂടുന്നിടത്തൊക്കെ ഇങ്ങനെ ഒരു വസ്തു കിട്ടിയിട്ടുണ്ട് എന്ന രൂപത്തിൽ അതേത് വിധേനയും അത് ചെയ്യാവുന്നതാണ് എന്നാണ്. പഴയ കാലത്താണെങ്കിൽ അങ്ങാടികളിൽ ഒരാൾ എണീറ്റ് നിന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ ശ്രദ്ധിക്കും. ഇന്ന് നിനക്കത് പത്രത്തിൽ കൊടുക്കണോ, കൊടുക്കാവുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ കൊടുക്കണോ, കൊടുക്കാവുന്നതാണ്. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൂർണ്ണമായ അതിൻ്റെ വിശദാംശങ്ങൾ നൽകരുത്. കാരണം ഒരു കള്ളവാദി അത് എൻ്റെതാണ്, ഇന്നതല്ലേ, അത് എൻ്റെ തന്നെയാണ്, ഇന്ന കളറിലുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞു വന്നാൽ നമുക്ക് പിന്നീടൊന്നും പറയാൻ സാധിക്കുകയില്ല. അത് കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ നിയമം. അധ്യായിലേ അവനത് കൊടുക്കേണ്ടതാണ്, നമുക്കതിന് തരാൻ സാധിക്കുകയില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് ഒരാളെ കളവാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവൻ പറയുന്നത് സത്യമാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ നൽകാതെ, എന്നാലേ നഷ്ടപ്പെട്ടത് എൻ്റെതാണ് എന്നൊരാൾക്ക് തിരിയുന്ന രൂപത്തിലുള്ള അതിൻ്റെ അടിസ്ഥാനപരമായ ചില വിശദാംശങ്ങൾ നൽകിക്കൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹില്ലു സാഖിതതുഹാ ഇല്ലാ ലിമുൻഷിദ്. വീണ് കിട്ടിയ സാധനം അത് വിളിച്ചന്വേഷിക്കുന്ന വിളംബരം നടത്തുന്ന ഒരാൾക്കല്ലാതെ അത് അനുവദനീയമാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതൊരു വർഷം കഴിയുമ്പോഴാണ് അത് അയാൾക്ക് അനുവദനീയമാകുന്നത്. എന്നാൽ ഈ ലഭിച്ചിട്ടുള്ളത് മക്കത്താണെങ്കിൽ അതിൻ്റെ ഹുക്മ വ്യത്യാസമാണ്. ഹറം പ്രദേശത്താണ്, മക്ക ഹറമിലാണ് ഒരാൾക്ക് ഇത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ കാലത്തും അത് വിളംബരം ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരു കാലത്തും അത് അവന് സ്വന്തമാകുന്നില്ല. ഒരു വർഷം കൊണ്ട് സ്വന്തമാകുക എന്നുള്ളത് അത് മക്കയല്ലാത്ത മറ്റു സ്ഥലങ്ങളിലാണ്. മക്കയിൽ നിന്നാണ് ഒരാൾക്ക് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, അതൊരു വർഷം കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പാടില്ല. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലേക്ക് കിട്ടുമ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞാനത് എടുക്കേണ്ടതുണ്ടോ, അതല്ല ഒഴിവാക്കേണ്ടതുണ്ടോ? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, അവിടെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, നമുക്കറിയാം അത് പ്രവർത്തിക്കുന്നുണ്ട്. ലോസ്റ്റഡ് ഐറ്റംസ് ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തെങ്കിലും ബാഗോ പണമോ അല്ലെങ്കിൽ പേഴ്സോ ഒക്കെ മക്കയിൽ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്, അവർക്കത് നൽകിയാൽ മതിയാകുന്നതാണ്. നമ്മളൊരു വർഷം പിന്നീട് നമ്മൾ അത് ചെയ്യുന്നതിൽ അതിന് പ്രത്യേകിച്ച് മസ്ലഹത്ത് ഉണ്ടാവുകയില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു നാട്ടുകാരൻ അവിടെ പോയി നമ്മുടെ കയ്യിൽ കിട്ടി, നമുക്കത് പരസ്യപ്പെടുത്തിയാൽ അത് എത്തിപ്പെടാനുള്ള, അത് യഥാർത്ഥ ഉടമസ്ഥന്റെ കയ്യിൽ എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അത് മിക്കവാറും എത്തുകയില്ല. ഏറ്റവും അവിടെ ഇന്നത് ലഭ്യമാകുന്ന രീതി എന്ന് പറയുന്നത് അവിടെയുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഓഫീസുകളുണ്ട്. വളരെ കൃത്യമായി ഒരു ഹറമിലൊക്കെ അത് പ്രവർത്തിക്കുന്നുണ്ട്. അവരെ പോയി നമ്മൾ ഏൽപ്പിക്കുക. ഒരു കാരണവശാലും നമ്മളത് എടുക്കാൻ പാടില്ല. ഒരു കാരണവശാലും നമ്മളത് എടുക്കാൻ പാടില്ല എന്നാണ്. അതല്ലാത്ത സ്ഥലത്താണെങ്കിൽ ഒരു വർഷം നമുക്കിത് അറിയിച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഏതെങ്കിലുമൊക്കെ ഫൈൻ ജാഅ ത്വാലിബുഹാ യൗമൻ മിന അദ്ദഹരി ഫഅദ്ദിഹാ ഇലൈഹി,
ഏതെങ്കിലും ഒരു കാലത്ത് അവൻ വന്നു കഴിഞ്ഞ് അങ്ങനെ വരാൻ വളരെ സാധ്യത കുറവായിരിക്കും. ഒരു വർഷം കൊണ്ട് വന്നിട്ടില്ലെങ്കിൽ പിന്നീട് വരുന്നത് വളരെ സാധ്യത കുറവായിരിക്കും. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഫാത്തിഹായിലെ അത് അവന് തന്നെയാണ് അതിൻ്റെ അവകാശം, അത് അവന് കൊടുക്കേണ്ടതുണ്ട് എന്നാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് വസഅലഹു അൻ ദാല്ലത്തിൽ ഇബിൽ, നഷ്ടപ്പെട്ടു പോയ ഒരൊട്ടകത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ ഒരൊട്ടകത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ചോദ്യകർത്താവിൻ്റെ അമിതമായ ചോദ്യം കാരണത്താൽ ചില റിവായത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യം വന്നിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടത്തേക്ക് കോപം വന്നിട്ടുണ്ട്. അവിടെ ചോദിച്ചു മാ ലക വലഹ, നിനക്ക് എന്താണ് അതിൻ്റെ വിഷയത്തിൽ കാര്യം? ദഅഹ ഫഇന്ന മഅഹ ഹിദാഅഹ വസിഖാഅഹ, അതിൻ്റെ അടുക്കൽ അതിൻ്റെ കാൽപാദമുണ്ട്, അതിന് വെള്ളം കുടിക്കാനുള്ള അതിൻ്റെ വയറുമുണ്ട്. ഒട്ടകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളത് നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒട്ടകം നശിച്ചു പോകുന്നതല്ല. കാരണം മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് നഷ്ടപ്പെട്ടു പോകുന്ന, അതായത് എപ്പോഴും പെട്ടെന്ന് നശിച്ചു പോകുന്ന മൃഗങ്ങളുണ്ട്, സ്വന്തം നിലക്ക് നിലനിൽപ്പില്ലാത്ത, സ്വന്തമായി സംരക്ഷിക്കാൻ സാധിക്കാത്തതായ മൃഗങ്ങളുണ്ട്, അതല്ലാത്ത തരത്തിലുള്ള മൃഗങ്ങളുണ്ട്. ഒട്ടകത്തെ സംബന്ധിച്ചിടത്തോളം അതേത് മുൾക്കാടുകളിലും അതിൻ്റെ കാൽപാദം കൊണ്ട് അത് ചവിട്ടി താണ്ടുന്നതായിരിക്കും. അതിനൊരുപാട് കാലത്തേക്ക് വെള്ളം സംഭരിക്കാനും സാധിക്കും. അതോ നശിച്ചു പോകുകയില്ല. അതിൻ്റെ യജമാനൻ ഇല്ലെങ്കിൽ കൂടി അതിനൊരല്പം വെള്ളം കിട്ടിയാൽ കുറേ കാലം അത് ജീവിക്കും. അതുകൊണ്ട് അതിനുണ്ട് തരിദുൽമാ വതഅകുലു ശജർ ഹത്താ യജിദഹ റബ്ബുഹ, അത് അതിൻ്റെ വെള്ളം കുടിക്കുകയും അതിൻ്റെ ഭക്ഷണം അതെന്തെങ്കിലും കിട്ടിയാൽ അത് കഴിക്കുകയും അതിൻ്റെ ഉടമസ്ഥനെ കണ്ടുവിട്ടുവോളം അതങ്ങനെ ഉണ്ടാവുകയും ചെയ്യും. അത് നമ്മളാരും എടുത്തു വെക്കേണ്ടതില്ല. എന്നാൽ അവിടെ ഒരു സൈമി റഹിമുള്ള പറയാണ്, നമുക്കൊരൊട്ടകത്തെ കണ്ടിട്ട് അത് വളരെ കൃത്യമായിട്ട് അറിയാം ഇന്ന ആളുടെ ഒട്ടകമാണ്, ഇന്ന് പ്രത്യേക എന്തെങ്കിലും അടയാളം ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് എടുക്കാവുന്നതാണ്, എന്നിട്ട് അയാളെ ഏൽപ്പിക്കാവുന്നതാണ്. അതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ അതിനെ വിട്ടേക്കണം എന്നല്ല. അതിനെ വിട്ടേക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ അറിയാത്ത സന്ദർഭത്തിലാണ് അത് നമുക്ക് വിട്ടേക്കാവുന്നതാണ്. അതിനൊരിക്കലും തന്നെ നമ്മൾ എടുത്തു വെക്കേണ്ടതില്ല. കാരണം ഒട്ടകം അത് ജീവിച്ചോളും, അത് അതിൻ്റെ ഉടമസ്ഥനില്ലെങ്കിലും ജീവിച്ചോളും. വസഅലഹു അനിഷാത്ത്, പിന്നീട് ആടിനെ കുറിച്ചാണ് ചോദിച്ചത്. ഫഖാല ഖുദ്ഹ, നീ അത് എടുത്തു വെച്ചോളൂ. ഫഇന്നഹാ ഹിയ ലക് ഔ ലി അഖീക് ഔ ലിദ്ദിഅബ്, അത് മൂന്നാലൊരു കാര്യമാണ് അതിൽ സംഭവിക്കുക. ഒന്നുകിൽ അത് നിനക്കായിരിക്കും, നീ എടുത്താൽ നിനക്ക് കിട്ടും. നീ അത് വിട്ടു കഴിഞ്ഞാൽ നിന്റെ സഹോദരന് കിട്ടിയേക്കാം, അന്വേഷിച്ച ഉടമസ്ഥന് അത് കിട്ടാൻ സാധ്യതയുണ്ട്. ഔ ലിദ്ദിഅബ്, അല്ലെങ്കിൽ ചെന്നായ അതിനെ തിന്നുകളെ. പാടിനെ നമ്മളങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ച് പോരുന്നത് നല്ലതല്ല. അതെന്ത് ചെയ്യും? ആട് ചെന്നായോ മറ്റോ ആക്രമിച്ച് ആടിനെ കീഴ്പ്പെടുത്താനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ അതിനെടുത്തു വെച്ചേക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സഹോദരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ചില ഫായിദകളാണ്. കൈഫിയത്തു തഅരീഫ്, അത് എങ്ങനെയാണ് അറിയിക്കേണ്ടതുണ്ട് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത് പത്രത്തിലോ നമുക്ക് ഏതാണോ അനുയോജ്യമായ മാധ്യമങ്ങളിൽ അത് അറിയിക്കാവുന്നതാണ്. ആ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ മൃഗങ്ങൾ രണ്ട് രൂപത്തിലുണ്ട്. ഖിസ്മുൻ യഹ്മി നഫ്സഹു, ഖിസ്മുൻ ലാ യഹ്മി നഫ്സഹു, സ്വന്തത്തിന് സംരക്ഷിക്കാൻ കഴിവുള്ള മൃഗങ്ങൾ. അപ്പോൾ അതിനെ നമുക്ക് അങ്ങനെ തന്നെ വിടാം. ഇത് ഒട്ടകം മാത്രമല്ല, ഒട്ടകത്തെ പോലെയുള്ള മറ്റു വല്ല മൃഗങ്ങളും ഉണ്ടെങ്കിൽ, അത് സ്വന്തമായി അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കാൻ സാധിക്കുന്ന മൃഗങ്ങളാണെങ്കിൽ നമ്മളതിനെ നോക്കേണ്ടതില്ല. എപ്പോഴാണോ ഉടമസ്ഥന് കണക്കാക്കുന്നത് അന്ന് അയാൾക്കത് കിട്ടിക്കോളും, നമ്മളത് എടുത്തു വെക്കേണ്ടതില്ല. എന്നാൽ ഖിസ്മുൻ ലാ യഹ്മി നഫ്സഹു, ആടിനെ പോലെ അല്ലെങ്കിൽ ചെറിയ കോഴികളൊക്കെ പോലെയുള്ള അവിടെ ഇവിടെ ഒറ്റപ്പെട്ടൊരു കോഴിയൊക്കെ കാണുകയാണെങ്കിൽ നമുക്കത് എടുത്തു വെക്കാവുന്നതാണ്. കാരണം കോഴിയെ ചിലപ്പോൾ കീരിയോ അല്ലെങ്കിൽ പാമ്പോ എന്തെങ്കിലുമൊക്കെ പിടിച്ച് തിന്നാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത് എടുത്തു വെക്കാവുന്നതാണ്. അപ്പം ആ നിലക്കാണ് അതിനെ ഖിയാസ ചെയ്യേണ്ടത്. അത് സ്വന്തമായി ജീവിക്കുന്ന മൃഗങ്ങളും സ്വന്തമായി ജീവിക്കാൻ സാധിക്കാത്തതായ മൃഗങ്ങളും ആ നിലക്ക് നമ്മൾ ചെയ്യുക. ഇനി പണ്ഡിതന്മാർ പറയാണ്, ഇനിയിപ്പോൾ ഒരു ഒട്ടകമാണെങ്കിലും ശരി, സ്വന്തമായി ജീവിക്കുന്ന ഒരു മൃഗമാണെങ്കിലും ശരി, അവിടെ അതിനെ കൊന്നു തിന്നുന്ന വല്ല കള്ളന്മാരും, അതിനെ പിടിച്ചുകൊണ്ടുപോയി കട്ടെടുത്ത് അറുത്ത് കളയുന്ന വല്ല കള്ളന്മാരും ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അങ്ങനെയുള്ള വല്ല സാഹചര്യം ഉണ്ടെങ്കിൽ നിനക്കത് എടുത്തു വെക്കാവുന്നതാണ്. കാരണം അത് നഷ്ടപ്പെടും, യജമാനൻ എന്തായാലും കിട്ടുകയില്ല. നേരത്തെ അത് വിട്ടേക്കാൻ പറഞ്ഞത് ഏതെങ്കിലും കാലത്ത് യജമാനൻ അത് കിട്ടുമെന്നുള്ളത് നിലക്കാണ്. ഇവിടെ കള്ളന്മാരത് എടുക്കുകയാണെങ്കിൽ അത് യജമാനന്മാർക്ക് കിട്ടുകയില്ല. അപ്പം ആ നിലക്ക് അവരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കുറച്ചു സമയത്തേക്ക് നിനക്കത് എടുത്തു വെക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഇനി ഇതേപോലത്തെ ചെറിയ വസ്തുക്കളാണ് ഒരാൾക്ക് ലഭിക്കുന്നതെങ്കിൽ, അതായത് വലിയ കീമത്തില്ലാത്ത ചെറിയൊരു വസ്തുവാണ് ഒരാൾക്ക് ലഭിക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ അതൊരു വലിയ വിലയായിട്ട് കാണിക്കുന്നില്ല. ഒരാൾക്ക് ഒരു 5 രൂപയുടെ കോയിനാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ 1 രൂപയുടെ കോയിനാണ് കിട്ടുന്നത്. ഷെയ്ഖ് ഇവിടെ ഒരു റിയാലിൻ്റെ ഉദാഹരണമൊക്കെ പറഞ്ഞു, വേണമെങ്കിൽ നമുക്ക് 10 രൂപയൊക്കെ പറയാവുന്നതാണ്. വലിയൊരു കാര്യമായിട്ട് ആളുകൾ അതിനെ അന്വേഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. അതങ്ങനെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു റോഡരികിൽ നിന്നും ഒരു മാങ്ങയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വസ്തു അതവിടെ വീണ് കിടക്കുന്നുണ്ട്, അങ്ങനെ നമുക്കങ്ങനെ കിട്ടുകയാണെങ്കിൽ അതെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്.
അതെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിൽ ഒരു ഈത്തപ്പഴം കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലൗല അന്നി അഖ്ശ അൻ തകൂന മിന സദഖ ലഅകൽതുഹ, അത് സക്കാത്തിൽ പെട്ടതാണ് എന്ന് ഞാൻ ഭയപ്പെടുന്നില്ലെങ്കിൽ ഞാൻ അതിൽ നിന്നും ഭക്ഷിക്കുമായിരുന്നു എന്നാണ്. കാരണം തങ്ങളുടെ കുടുംബത്തിന് സക്കാത്തിൽ നിന്നും കഴിക്കാൻ പാടില്ല. അത് വല്ലവരും സക്കാത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന വേളയിൽ അങ്ങനെ വീണ ഒരു ഈത്തപ്പഴമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനത് കഴിക്കുമ്പോൾ അത് സക്കാത്തിൽ നിന്നുള്ളത് എനിക്ക് അനുവദനീയമല്ല. നബി കുടുംബത്തിന് സക്കാത്ത് പാടില്ല. അപ്പം അത് ഭയപ്പെടുന്നില്ലായിരുന്നെങ്കിൽ ഞാനത് കഴിക്കുമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ തുച്ഛമായ ഇത്തരത്തിലുള്ള വല്ല വസ്തുക്കളുമാണെങ്കിൽ ഒരാൾക്കത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. പണ്ഡിതന്മാർ പറയുന്ന ഒരാൾക്ക് ഒരു പേന കിട്ടി, അങ്ങനെ റോഡിൽ പോകുമ്പോൾ ഒരു പേന അവിടെ കിടക്കുന്നുണ്ട്. വലിയ വില കൂടിയ വലിയ പേനൊന്നുമല്ല, സാധാരണ 5 രൂപയുടെ ഒരു പേന അവിടെ കിടക്കുകയാണ്. അതങ്ങനെ നശിച്ചു പോകേണ്ടതില്ല. നമുക്ക് ഒരാൾക്കത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒരാൾക്കതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതങ്ങനെ നശിച്ചു പോകട്ടെ എന്ന് വിചാരിച്ച് ഒഴിവാക്കേണ്ടതില്ല. കാരണം അത് ആർക്കും ലഭിക്കുകയില്ല. എന്നാൽ ആരെങ്കിലുമൊക്കെ അത് വരികയാണെങ്കിൽ നമുക്കത് കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ പേന കണ്ടിട്ടുണ്ട്, എന്നൊരു പേന ഇവിടെ ഉണ്ട് എന്നൊരാൾ പറയുകയാണെങ്കിൽ നമ്മളത് കൊടുക്കേണ്ടതുമുണ്ട്. അതല്ല എങ്കിൽ നമ്മളത് നമുക്ക് എടുക്കാവുന്നതാണ്, അത് ഉപയോഗിക്കാവുന്നതാണ്. അത് തെറ്റായ കാര്യമല്ല, അത് തെറ്റായ കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഇത്തരം നിസ്സാരമായ കാര്യം, അതൊരു രൂപയാകട്ടെ അല്ലെങ്കിൽ ഒരു പേനയാകട്ടെ, അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും വീഴുന്നതായിട്ട് നമ്മൾ കാണുകയോ അതല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടേതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയോ ചെയ്താൽ ഒരിക്കലും തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. നിസ്സാരമായ വസ്തുവല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കാൻ പാടില്ല. അത് രണ്ടും രണ്ടാണ്. ഒന്നിന് ആളറിയാതിരിക്കുമ്പോഴുള്ള നിസ്സാരമായ ഒരു വസ്തുവാണ്, മറ്റേത് ആൾ അറിയുമ്പോഴുള്ള ഒരു നിസ്സാരമായ വസ്തുവാണ്. അതൊരു 10 പൈസയാണെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് വീഴുന്നത് കണ്ടാൽ അതിൽ ഇന്ന വ്യക്തിയുടേതാണ് എന്ന് മനസ്സിലായാൽ അത് അയാൾക്ക് തന്നെ കൊടുക്കേണ്ടതുണ്ട്, എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള നമുക്ക് പൊതുവെ അനുഭവമുള്ള ചില ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞാണ് ഈ ഹദീസ് അവസാനിപ്പിച്ച്. അദ്ദേഹം പറഞ്ഞു, അൽ ഇൻസാനു റുബ്ബമാ യഅതി ബിനിആലിൻ വയദുഹ ഇൻദ ബാബിൽ ഹറം. ചിലപ്പോൾ ഒരു മനുഷ്യൻ ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഹറമിന്റെ വാതിലിന്റെ അടുക്കലൊക്കെ കൊണ്ടുപോയി വെക്കും. ഫൈദ ഖറജ മിനൽ മസ്ജിദ് ലം യജിദ്ഹ. തിരിച്ചു വന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, അവിടെ ചെരുപ്പ് കാണുകയില്ല. വലാകിൻ വജദ ഗൈറഹ. ചിലപ്പോൾ വേറെ ചെരുപ്പ് അവിടെ കാണും. ഹൽ യഖുദു ഗൈറഹ ബദലൻ അൻഹ. നഷ്ടപ്പെട്ടു പോയ നിന്റെ ചെരുപ്പിന്റെ പകരമായി നിനക്ക് അവിടെ കണ്ട ആ ചെരുപ്പ് എടുക്കാൻ പറ്റുമെന്നാണ്. അത് ചില ആളുകൾക്ക് പുതുതായി ഹറമിലേക്ക് പോകുമ്പോൾ അവരവരുടെ നാടുകളിലുള്ള മസ്ജിദിൽ പോലെ ചിലപ്പോൾ വാതിലിൻ്റെ അവിടെ ചെരുപ്പ് അയച്ചു വെച്ചിട്ടൊക്കെ പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ എപ്പോഴും കട്ടുകൊണ്ട് പോയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ക്ലീനിങ്ങിന്റെ സ്റ്റാഫുള്ളത് എടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുവിടുന്നതുമാകും. എപ്പോഴും മോഷണം പോകുന്ന ആവുന്നില്ല. ഈ നിലക്ക് നമ്മൾ അവിടെ കൊണ്ടുവച്ചു, ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചു, ഒരു ചെരുപ്പ് നമ്മൾ വെച്ചു. തിരിച്ചു വന്നപ്പോൾ നമ്മളെ ചെരുപ്പില്ല, പകരം മറ്റൊരു ചെരുപ്പാണ്. അപ്പോൾ ആ പകരമുള്ള ചെരുപ്പ് എടുക്കാൻ പാടുണ്ടോന്നാണ് അദ്ദേഹം പറയുന്നില്ല. ലാ യഖുദുഹ. അതൊരിക്കലും നിനക്ക് എടുക്കാൻ പാടില്ല. ലിഅന്നഹു മിനൽ ജായിദി അന്ന അഹദൻ സറഖ നിആല. കാരണം അവിടെ ഒരു സാധ്യതയുണ്ട്, ഏതെങ്കിലും ഒരു വ്യക്തി നിന്റെ ചെരുപ്പ് അടിച്ചു കൊണ്ടുപോയതാണ്, മോഷ്ടിച്ചു കൊണ്ടുപോയതാണ്. വഹാദ നിആലു ബാഖി ലിസാഹിബിഹ വഹു ഫിൽ മസ്ജിദ്. അവിടെ ഇപ്പോൾ കാണുന്ന ചെരുപ്പ് അതിൻ്റെ ഉടമസ്ഥൻ മസ്ജിദിൽ ഉണ്ടാകും. അപ്പം നിന്റെ ചെരുപ്പ് പോയി അവിടെ വേറെ ചെരുപ്പ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതൊരിക്കലും തന്നെ അത് നിനക്കെടുക്കാം എന്നറിയിക്കുന്നില്ല. നിന്റെ അതേ ചെരുപ്പ് പോലെ ആണെങ്കിലും ശരി, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തിനുള്ള സാധ്യതയുണ്ട്? നിന്റെ ചെരുപ്പ് ഒരു മോഷ്ടാവ് കൊണ്ടുപോയി വേറൊരാൾ അതേ ചെരുപ്പ് കൊണ്ടുവന്ന് അവിടെ വെച്ചതാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരേപോലെയുള്ള ചെരുപ്പുകൾ ഒരുപാടുണ്ടാകും ഹറമുകളിലൊക്കെ. അപ്പോൾ അതൊരിക്കലും നീ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ലവൻ ഇൻസാനൻ ഫി മസ്ജിദിന് ഗൈറിൽ ഹറം. ഹറമല്ലാത്ത മറ്റു സ്ഥലത്താണ് ഇതേപോലെ നമ്മളെ മസ്ജിദൊക്കെ പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും മസ്ജിദിൽ ഒരാൾ ചെരുപ്പ് ഇങ്ങനെ അയച്ചു വെച്ചു. ബാബ്, വാതിലിന്റെ അടുക്കൽ ചെരുപ്പ് വെച്ചു. ഫലമ്മ ഖറജ മിനൽ മസ്ജിദി വജദ അന്ന നിആലഹു മൗഖൂദ. പുറത്തേക്ക് എത്തിയപ്പോൾ ചെരുപ്പ് ആരും എടുത്തു കൊണ്ടുപോയതായി കണ്ടു. വഅന്നഹു ബഖിയ നഅലുൻ വാഹിദുൻ വഖദ് ഖറജ അന്നാസു മിനൽ മസ്ജിദ്. ഒറ്റ ചെരുപ്പ് മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. ബാക്കി ജനങ്ങളെല്ലാവരും പോയിട്ടുണ്ട്. ഇനി ആരും ഇവിടെ മസ്ജിദിലില്ല. നേരത്തെ മസ്ജിദിൽ ഒരാൾ ഉണ്ടാകാം, അയാളുടേതാകാം എന്നൊക്കെ പോസിബിലിറ്റി പറഞ്ഞു. ആരും മസ്ജിദിലില്ല. ഹൽ യഖുദുഹു ഔ ലാ യഖുദുഹു. അതെടുത്ത് പോകാൻ പറ്റുമോ അല്ലെ എടുക്കാൻ പാടില്ലേ? അത് അദ്ദേഹം പറയുന്നത് വഹദ യഖഉ അഹ്യാൻ. ഇത് പലപ്പോഴായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. യകൂനുൽ ഇൻസാനു ബാഖിൻ ഫിൽ മസ്ജിദ്. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ചിലപ്പോൾ മസ്ജിദിൽ ഉണ്ടാകും. വയഖ്റുജു നാസു വലാ യബ്ഖ ഇല്ലാ ഹാദർ റജുൽ. അയാളല്ലാതെ മറ്റൊരാളും പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഇല്ല. വഖദ് വദഅ നിആലഹു ഇൻദൽ ബാബി ഫലമ്മ ഖറജ ലം യജിദ് അലൈഹി. വാതിലിന്റെ അടുക്കൽ ചെരുപ്പ് വെച്ചിട്ടുണ്ടാകും. തിരിച്ചു പോകുമ്പോൾ അത് കാണുന്നില്ല. ഓജ മക്കാനഹു നിആലൻ ഉഖറ. മറ്റൊരു ചെരുപ്പ് അവിടെ പകരം കാണും. ഹൽ യഖുദു ഹാദൻ നഅൽ. അതെടുക്കാൻ പാടുണ്ടോ? വയഖൂൽ ഇന്ന സാഹിബു ഹാദൻ നഅലി അഖദ നഅലി ഗലതൻ വഅബ്ഖാ നഅലഹു ഔലാ. നമ്മൾ പറയും ചിലപ്പോൾ എൻ്റെ അതേ മോഡൽ ചെരുപ്പാണ്, അതുകൊണ്ട് അയാൾ എടുത്തതായിരിക്കും, അതുകൊണ്ട് എനിക്ക് തൽക്കാലം അയാളുടെ ചെരുപ്പ് എടുത്തു പോകാം എന്നുള്ളത് അനുവദനീയമാണോ എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയാണ്. അങ്ങനെ സംഭവിച്ചതാണെങ്കിൽ അയാൾ മിക്കവാറും തെറ്റിയെടുത്തു പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇബ്നു ഉസൈമീൻ ഒരു അഭിപ്രായമായി ആദ്യം പറയുന്നത് അയാൾ ആ ചെരുപ്പ് തൽക്കാലം എടുക്കുക. പക്ഷേ ഇവിടെ ഉണ്ടായ ചെരുപ്പ്, അവിടെ ബാക്കിയുള്ള ചെരുപ്പ് നിന്റെ ചെരുപ്പിനേക്കാളും ചിലപ്പോൾ മുന്തിയതാണെങ്കിൽ നീ
എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ ബാക്കിയുള്ള പണം നീ അതെന്ത് ചെയ്യേണ്ടതുണ്ട്? അയാൾക്ക് വേണ്ടി സ്വതക്കയായി ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നീ ചെയ്യണം എന്നാണ് പറയുന്നത്. നിന്റെ ചെരുപ്പ് ചിലപ്പോൾ അതേ മോഡലൊക്കെ ആയിരിക്കും, പക്ഷെ നിൻ്റെത് പഴയതായിരിക്കും, ഇയാളുടെ നല്ല പുതിയ ചെരുപ്പാണ്. അപ്പോൾ പുത്തൻ ചെരുപ്പാണ്, അയാൾക്കാണ് നഷ്ടം. അപ്പോൾ ബാക്കിയുള്ള പണം അയാൾക്ക് വേണ്ടി എന്ത് ചെയ്യാം? അത് സ്വതക്കയായിട്ട് നീ കൊടുക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം അവസാനം പറയുന്നത് ഉമഅദാലി യഖൂൽ, എന്നിരുന്നാലും ഞാൻ പറയുന്നത് അൽ അഹ്വത് അൻ യദഅഹു, അവൻ അത് ഉപേക്ഷിക്കലാണ് ഏറ്റവും നല്ലത്. ലിഅന്നഹു അഹ്യാന യകൂനുൽ ഇൻസാനു അജ്ലൻ വയൽബസുന്ന അലൈ ഗൈരിഹി. കാരണം ചിലപ്പം ചില ആൾക്കാർ തിരക്കിൽ പെട്ടിട്ട് നിന്റെ ചെരുപ്പെടുത്ത് പോയതായിരിക്കും, മാറിപ്പോയതായിരിക്കും. വല യദ്കുറു ഇല്ല ഇദാ വസലൽ ബൈത്തി മസലൻ, ഉദാഹരണത്തിന് ചിലപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയാലായിരിക്കും ഇത് മാറിപ്പോയല്ലോ എന്നയാൾ അറിയുന്നത്. ഫയർജു ഇലാ മക്കാനിഹി യത്ലുബുന അലൈഹി, തിരിച്ചു വീട്ടിലേക്ക് തന്റെ ചെരുപ്പ് അന്വേഷിച്ചുകൊണ്ട് അയാൾ മടങ്ങും. ഫലിഹ്തിയാതു അൻ യദഅഹു ഇലാ വഖ്തി സ്വലാത്തിൽ ഉഖ്റ ലഅല്ല സാഹിബഹു യഅതി. അടുത്ത നിസ്കാരം വരെ നമ്മൾ അവിടെ വെക്കുകയാണെങ്കിൽ അയാൾ അടുത്ത നിസ്കാരത്തിൽ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ എടുത്തു പോകും. ഇതിപ്പോൾ ചെരുപ്പിന്റെ കാര്യം ഉദാഹരണം പറഞ്ഞുള്ളൂ. കൊടയും അതേപോലുള്ള മറ്റു വസ്തുക്കളും ഒക്കെ ഇങ്ങനെ ഒരേപോലത്തതാകുമ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ അദ്ദേഹം പറഞ്ഞത് അത് നമ്മൾ ലുക്കത്തെ പോലെ ഒന്നും പരിഗണിച്ചെടുക്കേണ്ടതില്ല, മറിച്ച് നമ്മളത് അവിടെ തന്നെ വെക്കുക. അതിൻ്റെ ആൾ വന്ന് എടുത്തു കൊള്ളട്ടെ, നമ്മുടേത് നഷ്ടപ്പെട്ടു എന്ന് കരുതുക. അതാണ് ഏറ്റവും സൂക്ഷ്മത എന്നാണ് പറയുന്നത്. ഈ അധ്യായത്തിൽ ഒറ്റ ഹദീസ് മാത്രമേ ഉള്ളൂ. അടുത്ത അധ്യായം ബാബുൽ വസായ, വസിയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസാണ്. വസിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തൻ്റെ ജീവിത കാലശേഷം അത് ഉപയോഗിക്കാൻ അനുവാദം നൽകുന്നതായി അതിനുവേണ്ടി അയാൾ എഴുതി വെക്കുന്ന ചില അയാളുടെ ഇഷ്ടങ്ങളാണ്, അല്ലെങ്കിൽ അയാൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങൾക്കാണ് വസിയത്ത് എന്ന് പറയുന്നത്. ആ വസിയത്ത് ചില സമയത്ത് അത് നിർബന്ധമായും കൊടുക്കേണ്ടതായ ചില, അല്ലെങ്കിൽ അയാൾക്ക് നിർബന്ധമായുള്ള കടം പോലെയുള്ള ചില വസിയത്തുകൾ ആവാറുണ്ട്. അതല്ലെങ്കിൽ സുന്നത്തായി അയാൾ ഇന്ന ആളുകൾക്ക് ഇന്ന കൊടുക്കണം എന്ന രൂപത്തിലുള്ള വസിയത്തുകളും ആകാറുണ്ട്. പലതരത്തിലുള്ള വസിയത്തുകളും ഉണ്ട്. ഹദീസ് കാണാം. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഹഖ്ഖു ഇംറിഇൻ മുസ്ലിമിൻ ലഹു ഷൈഉൻ യൂസി ഫീഹി യബീതു ലൈലതൈനി ഇല്ലാ വവസിയതുഹു മക്തൂബത്തുൻ ഇൻദഹു. ഒരു മുസ്ലിം അവൻ എന്തെങ്കിലുമൊക്കെ വസിയത്ത് എഴുതേണ്ടതായിട്ടുണ്ടെങ്കിൽ അങ്ങനെ 2 രാത്രികൾ അത് എഴുതാതായി അവൻ കിടന്നുറങ്ങാൻ പാടില്ല. ഇല്ലാ വസിയത്തുഹു മക്തൂബത്തുൻ ഇൻദഹു. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു വസിയത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവൻ 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അങ്ങനെ വല്ല വസിയത്ത് മനസ്സിലുണ്ടെങ്കിൽ അത് എഴുതി തയ്യാറാക്കണം എന്നാണ് പറയുന്നത്. ജാദ മുസ്ലിമുൻ ഖാല ഇബ്നു ഉമർ, ഇമാം മുസ്ലിം ഇബ്നു ഉമറിന്റെ ഖൗലായി കൊടുക്കുന്നുണ്ട്, മാ മറത്ത് അലയ്യ ലൈലത്തുൻ മുൻദു സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ദാലിക ഇല്ലാ വഇൻദി വസിയത്തി. ഞാനിത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതിന് ശേഷം ഒരു രാവും എൻ്റെ അടുക്കൽ കടന്നുപോയിട്ടില്ല, എനിക്കങ്ങനെ വല്ല വസിയത്തും ഉണ്ടെങ്കിൽ ഇല്ല വഇൻദി വസിയത്തി, എൻ്റെ വസിയത്ത് ഞാനത് എഴുതി വെച്ചിട്ടല്ലാതെ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയാം. സഹോദരങ്ങളെ, വസിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതകാലശേഷം നമ്മുടെ അടുത്തുള്ള സമ്പത്ത്, അത് ചിലപ്പോൾ നമ്മൾ നിർബന്ധമായി കൊടുക്കേണ്ടതായ ചില സമ്പത്ത് ഉണ്ടാകും. അതായത് നമ്മുടെ കട ഉണ്ടാവും. പ്രത്യേകിച്ചും ഒരു വ്യക്തി മറ്റൊരാളുമായി ഒരു കടമിടപാട് നടത്തുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അയാൾ പ്രത്യേകിച്ച് ഒരു സാക്ഷിയെ വെച്ചിട്ടുണ്ടാവുകയില്ല, അതല്ലെങ്കിൽ ആർക്കും അറിയുകയുണ്ടാവുകയില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ അയാൾ കൃത്യമായി എഴുതി വെക്കണം. എനിക്ക് ഇന്ന ആൾക്ക് ഇത്ര രൂപ കൊടുക്കാനുണ്ട്, ഇന്ന ആൾക്ക് ഇത്ര ലക്ഷം കൊടുക്കാനുണ്ട്, ഇത്ര ആയിരം കൊടുക്കാനുണ്ട് എന്ന് വളരെ കൃത്യമായി എഴുതി വെക്കേണ്ടതുണ്ട്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ മരിച്ചുപോയാൽ അയാളുടെ കുടുംബക്കാർക്ക് അത് അറിയുകയില്ല. ചിലപ്പോൾ അവർ ധരിച്ചേക്കും ഈ ചോദിച്ചു വരുന്ന ആൾ വെറുതെ കളവ് പറയുന്നതായിരിക്കും, ഇല്ലാത്ത പണം ചോദിച്ചു വരുന്നതായിരിക്കും. അങ്ങനെ അവർ നിഷേധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഈ മയ്യത്തിന് കടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധം ഒഴിവാകുന്നില്ല. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത്തരത്തിൽ വല്ല കടവും ഉണ്ടെങ്കിൽ കൃത്യമായി അത് ഒരു ബുക്കിൽ എഴുതി വെക്കണം. എനിക്ക് ഇന്നയാൾക്ക് ഇത്ര കൊടുക്കാനുണ്ട്, ഇന്നയാൾക്ക് ഇത്ര കിട്ടാനുണ്ട്, ഇതൊക്കെ കൃത്യമായി എഴുതി വെക്കാവുന്നതാണ്. ആ നിലക്ക് ചെയ്യണം. ഇനി അതല്ല, നമുക്ക് വല്ല ആഗ്രഹമുണ്ട്, എൻ്റെ കാലശേഷം എൻ്റെ ഭൂമി അതിൻ്റെ ഇത്ര ഭാഗത്ത് ഞാനൊരു മസ്ജിദിന് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്, അതല്ലെങ്കിൽ അതിൻ്റെ ഇത്ര ഭാഗം അത് മറ്റെന്തെങ്കിലുമൊക്കെ ഒരു ഖൈറിന് വേണ്ടി ഉദ്ദേശിക്കുകയാണ്, അയാളത് കൃത്യമായി എഴുതി വെക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ അനന്തരാവകാശികൾ ആ നിലക്കത് ചെയ്തു കൊള്ളുന്നില്ല. കേവലം വാക്കുകൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം അവർ ചെയ്തു കൊള്ളണമെന്നില്ല. ഇനി അഥവാ ചെയ്താൽ തന്നെയും അതിൽ പല അബദ്ധങ്ങൾ ഉണ്ടാകാനും അവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അന്നേരം അത് കൃത്യമായി എഴുതി വെക്കണം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് അങ്ങനെ ഉണ്ടായിട്ട് ഒരു ദിവസം പോലും കടന്നുപോയിട്ടില്ല എന്നാണ് പറഞ്ഞത്, ഞാനത് എഴുതിയിട്ടല്ലാതെ. കാരണം സ്വഹാബികൾ അങ്ങനെയാണ്, ഒരു ഹദീസ് കേട്ട് കഴിഞ്ഞാൽ അതനുസരിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ വല്ലവർക്കും ആഗ്രഹമുണ്ടെങ്കിൽ
അതവർ ചെയ്യേണ്ടതുണ്ട്. കാരണം മരണശേഷം അവർക്ക് ലഭിക്കുന്ന വലിയൊരു ജാരിയായ സ്വതക്ക, അതല്ലെങ്കിൽ ആ നിലക്കുള്ള ഖൈറുകൾ നഷ്ടപ്പെടലാണ് അവരത് എഴുതി വെച്ചിട്ടില്ല എങ്കിൽ. അതുകൊണ്ട് മരണശേഷം അത് ഇന്നത് ചെയ്യണം, എൻ്റെ ഇന്ന കാര്യങ്ങൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് എഴുതി വെക്കുക എന്നുള്ളത് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് മറ്റൊരു ഉദാഹരണം, ഇൻസാനു ഇൻദഹു ബനാത്ത്, ഒരു വ്യക്തിക്ക് അയാൾക്ക് ഒരുപാട് പെൺമക്കളുണ്ട്. അയാൾ മറ്റൊരാളെ എൻ്റെ മരണശേഷം ഇവരെ നോക്കാനും അതേപോലെ തന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ നടത്താനും ഒക്കെ മറ്റൊരാൾക്ക് വസിയത്ത് കൊടുക്കാവോ എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു അത് അനുവദനീയമാണ്. ഒരാൾക്ക് അങ്ങനെ മക്കളുണ്ട്, ആരും നോക്കാനൊന്നുമില്ല, അപ്പം ഞാൻ മരിക്കുകയാണെങ്കിൽ സ്വന്തം കുടുംബത്തിലോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ഏൽപ്പിക്കാവുന്നതാണ്. ഇവരെ കല്യാണം കഴിപ്പിച്ചു വിടണം, ഈ നിലക്കൊക്കെ ചെയ്തു കൊടുക്കണം എന്നൊരാൾക്കത് വസിയത്ത് ചെയ്യാവുന്നതാണ്. അങ്ങനെ വേറെ അത്തരം വസിയത്തിൽപ്പെട്ടതാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇയാളെ, എൻ്റെ മകളെ നിങ്ങൾ എന്ത് ചെയ്യണം, നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം, നിങ്ങളതിൻ്റെ വലിയായിട്ട് അതിനു വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരാളെ വലിയായിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ വലിയായി തീരുമോ ഇയാളുടെ മരണശേഷം? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു ഇന്നഹാദിഹിൽ വസിയ്യത്ത് ലാസിമ, നിർബന്ധമായി നടപ്പിൽ വരുത്തേണ്ട ഒരു വസിയത്താണിത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് മാത്രമായിരിക്കും ഈ പെൺകുട്ടിയെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കാൻ അധികാരമുള്ളത് എന്നാണ് പറയുന്നത്. എന്നാൽ ഏറ്റവും ശരിയായ അഭിപ്രായമായി അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് അതൊരിക്കലും ശരിയല്ല എന്നുള്ളതാണ്. കാരണം വിലായത്ത് അത് മനുഷ്യന് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത നേരെ അയാളുടെ സഹോദരങ്ങളിലേക്കും മറ്റുമൊക്കെയാണ് പോകുക. അതല്ലാതെ ഒരാൾക്ക് മറ്റൊരാൾക്ക് വിലായത്ത് കൊടുക്കാൻ സാധിക്കുകയില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് വക്കാലത്ത് കൊടുക്കാം, എന്നാള് ഞാനിതാ കല്യാണം കഴിപ്പിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്നൊരാൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഗൾഫിൽ നിൽക്കുന്ന ഒരാൾക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല, അയാൾക്ക് വക്കാലത്ത് ഏൽപ്പിക്കാം, അയാളുടെ സുഹൃത്തിനെയോ കുടുംബക്കാരെയോ ആരെ വേണമെങ്കിലും. അവിടെ വിലായത്തിന്റെ അതേ ദർജയിൽ വരണമെന്നില്ല, ആരെയും ഏൽപ്പിക്കാം. ഇപ്പം ഏൽപ്പിക്കുന്ന വ്യക്തി ഇന്ന വ്യക്തിക്ക് വേണ്ടി ഞാനിതാ ഇന്ന വ്യക്തിയുടെ മകളെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ അയാൾക്ക് ചെയ്താൽ മതിയാകുന്നതാണ്. എന്നാൽ മരണശേഷം അയാൾക്ക് ആദ്യമേ പറഞ്ഞു വെക്കുന്ന ആൾക്കത് പാടില്ല, മറിച്ച് ആരാണോ വിലായത്ത് ഉണ്ടാവുന്നത് അവർക്ക് മാത്രമായിരിക്കും ലഭിക്കുക എന്നാണ് പറയുന്നത്. ചുരുക്കം സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള വസിയത്തുകൾ അത് കടം പോലത്തെ കാര്യമാണെങ്കിൽ നിർബന്ധമായി എഴുതി വെക്കണം, നിർബന്ധമായും എഴുതി വെക്കണം. ഇനി അതല്ലാത്ത കാര്യമാണെങ്കിൽ അവൻ ആ ഖൈറുകൾ ലഭിക്കുന്നതിന് വേണ്ടി അവൻ എഴുതി വെക്കാൻ പരമാവധി പരിശ്രമിക്കണം. അതല്ലെങ്കിൽ മരണശേഷം ലഭിക്കേണ്ട ആ ഖൈറുകൾ അത് നഷ്ടപ്പെട്ടു പോകും എന്നാണ്. അടുത്തത് ഈ അധ്യായത്തിലുള്ള സുദീർഘമായ മറ്റൊരു ഹദീസാണ്. അൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഖാൽ, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ വളരെ പ്രശസ്തനായ ഒരു സ്വഹാബിയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുപാട് ജിഹാദ് ചെയ്ത് മുസ്ലിമീങ്ങൾക്ക് വലിയ ഫത്ഹ് ഉണ്ടാക്കി കൊടുത്ത, ഖിസ്റയും മറ്റുമൊക്കെ പിടിച്ചെടുത്തിട്ടുള്ള മഹാനായ സ്വഹാബിയാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അപ്പം അദ്ദേഹത്തിന് രോഗമുണ്ടായ ഒരവസ്ഥ ഉണ്ട്. അന്നേരം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട വസിയത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ഹദീസിന്റെ സാരാംശം. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു തന്നെയാണ് പറയുന്നത്, ഖാൽ ജാഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഊദുനി ആമ ഹജ്ജത്തുൽ വദാ വമിൻ വജഇൻ ഇസ്തദ്ദ ബി. ഹജ്ജത്തുൽ വദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു പോയ ആ ഹജ്ജിനാണ് ഹജ്ജത്തുൽ വദാ എന്ന് പിന്നീട് സ്വഹാബികൾ പേരിട്ടതാണ്. കാരണം അവർക്ക് ആ വർഷം അറിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഹജ്ജിനുണ്ടാവുകയില്ല എന്നുള്ളത് അവർക്കറിയില്ല. പക്ഷെ അവൻ സൂചന നൽകിയിരുന്നു, ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഒരു വേള ഈ വർഷത്തിന് ശേഷം ഞാൻ ഹജ്ജ് ചെയ്യുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞിട്ടുണ്ട്. ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങൾ എന്നിൽ നിന്നും ഈ ആരാധന കർമ്മങ്ങൾ സ്വീകരിക്കണം. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഇനി നിങ്ങൾക്ക് കണ്ടുപഠിക്കാൻ അടുത്ത വർഷം ഞാൻ ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സൂചനകൾ സ്വഹാബികൾക്ക് നൽകിയിട്ടുണ്ട്. അതിനാണ് ഹജ്ജത്തുൽ വദാ, വിട പറഞ്ഞു പോകുന്ന ഹജ്ജ് എന്ന് അതിന് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഹജ്ജത്തുൽ വദാഇന്റെ വർഷം സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സഹാബികളൊക്കെ ഹജ്ജിന് വന്നിട്ടുണ്ട്. അങ്ങനെ ആ വേളയിൽ ഇദ്ദേഹത്തിന് സഅദ് ബിൻ അബി വഖാസിന് കലശലായ വേദന അനുഭവപ്പെട്ട, പ്രയാസം അനുഭവപ്പെട്ട അദ്ദേഹം കിടപ്പിലായിപ്പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാണാൻ പോവുകയാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ, യാ റസൂലല്ലാഹ് ഖദ് ബലഗ ബി മിനൽ വജഇ മാ തറ, അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ ഈ കാണുന്നത് പോലെ എനിക്ക് നല്ല കലശലായ വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വഅന ദൂ മാലിൻ, ഞാൻ ഒരുപാട് സമ്പത്തുള്ള ആളാണ്. വലാ യരിസുനി ഇല്ല ഇബ്നഹ്, എൻ്റെ മോളല്ലാതെ എനിക്ക് അനന്തരം എടുക്കാനില്ല. അതായത് നേരെ മക്കളിൽ നിന്നും മോളല്ലാതെ ഇല്ല, മറ്റുള്ള ആളുകൾ ഉണ്ടായേക്കാം. മക്കളിൽ നിന്നും മകളല്ലാതെ ഒരു മകള് മാത്രമേ ഉള്ളൂ, വേറെ ആൺകുട്ടികളൊന്നുമില്ല, വേറെ പെൺകുട്ടികളൊന്നുമില്ല. അന്നേരം അങ്ങനെയായിരുന്നു അവസ്ഥ. അഫാ തസദ്ദഖു ബിസുലുസി മാലി, ഞാൻ എൻ്റെ സമ്പത്തിന്റെ 2/3 അള്ളാഹിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യട്ടെ. ഖാലല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ചെയ്യരുത്. ഖുൽതു ഫശ്ശത്റു യാ റസൂലല്ലാഹ്,
പകുതി കൊടുക്കട്ടെ റസൂലെ. അവിടുന്ന് പറഞ്ഞു ഇല്ല. ഖാല ഖുൽതു ഫസ്സുലുസ്, ഞാൻ 1/3 കൊടുക്കട്ടെ. ഖാല അസ്സുലുസ് വസ്സുലുസു കസീറുൻ, 1/3 തന്നെ അധികമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ട് പറഞ്ഞു ഇന്നക ഇൻതദർ വറസതക അഗ്നിയ ഖൈറുൻ മിൻ അൻ തദറഹ ആലതൻ യതകഫഫൂന അന്നാസ്, നിന്റെ മക്കളെ അത്യാവശ്യം സമ്പത്തൊക്കെ ഉള്ള ആളുകളായി ബാക്കി വെക്കലാണ് പിന്നീട് ജനങ്ങളുടെ മുന്നിൽ അവർ കൈ നീട്ടുന്നതിനേക്കാളും നിനക്ക് നല്ലത്. എല്ലാം കൊടുത്ത് ചെലവാക്കിയിട്ട് പിന്നെ മക്കൾക്കൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നീ വെക്കേണ്ടതില്ല. വഇന്നക ലൻ തുൻഫിക നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ് ഇല്ല ഉജിർത ബിഹാ, നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന എന്ത് കാര്യവും അതിന് പ്രതിഫലമുണ്ട്. മറ്റുള്ളവർക്ക് കൊടുത്താൽ മാത്രമല്ല, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചെലവഴിക്കുന്നതിനൊക്കെ പ്രതിഫലമുണ്ട്. ഹത്താ മാ തജ്അലു ഫീ ഫീ ഇംറഅതിക്, നിന്റെ ഭാര്യയുടെ വായിൽ നീ വെച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിന് പോലും അതുണ്ട്. ഫഖുൽതു യാ റസൂലല്ലാഹ് ഉഖല്ലിഫു ബഅദ അസ്ഹാബി, അല്ലാഹുവിന്റെ റസൂലേ, അദ്ദേഹം ചോദിച്ചു ഉഖല്ലിഫു ബഅദ അസ്ഹാബി എന്നാണ്, ഞാൻ എൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ശേഷം ഞാൻ ബാക്കിയാകുമോ ചോദിച്ചു. ഖാല ഇന്നക ലൻ തുഖല്ലഫ്, നീ ബാക്കിയാകുന്നില്ല. ഫതഅമല അമലൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ് ഇല്ല ഇസ്ദദത് ബിഹി ദർജത വരിഫഅഹ്, നീ അതിനുശേഷം അള്ളാഹിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നീ എന്തെങ്കിലുമൊക്കെ അമൽ ചെയ്താൽ അതൊക്കെ നിന്റെ സ്ഥാനം ഉയർത്താതെയില്ല. നീ ബാക്കിയായാൽ നിന്റെ സ്ഥാനമൊക്കെ ഉയർത്തും. വലഅല്ലക അൻ തുഖല്ലഫ ഹത്താ യൻതഫിഅ ബിക അഖ്വാമുൻ വയുദറ ബിക ആഖറൂൻ, നീ ഒരു വേള ഒരുപാട് കാലം ജീവിച്ചേക്കും. അങ്ങനെ നിന്നെ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരവും ഉണ്ടാകും, മറ്റുള്ള ഒരുപാട് ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാകും എന്ന് പറയാണ്. അദ്ദേഹത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ഒരു സൂചനയാണ്. അദ്ദേഹം ഒരുപാട് കാലം പിന്നീട് ജീവിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ മരിക്കുന്നില്ല. അദ്ദേഹം ഒരുപാട് കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിന് ശേഷം, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തൊക്കെയാണ് അദ്ദേഹം കിസ്റയും മറ്റുമൊക്കെ പിടിച്ചടക്കുന്നത്. പിന്നീട് ഒരുപാട് ആൺമക്കളും പെൺമക്കളും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കിസ്റക്കൊക്കെ ഒരുപാട് മുശ്രിക്കുകൾക്കും നസാറാക്കൾക്കൊക്കെ ഒരുപാട് ഉപദ്രവങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, യുദ്ധത്തിലൂടെ ചെയ്തിട്ടുണ്ട്. അതാണ് അവിടുന്ന് പറഞ്ഞത്, അതുണ്ടാകും. എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അംലി അസ്ഹാബി ഹിജ്റതഹും, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ഹിജറ ചെയ്തിട്ടുള്ള എൻ്റെ സഹാബികൾക്ക് അത് പൂർത്തീകരിച്ച് നീ കൊടുക്കണമേ. വലാ തറുദ്ദഹും അലാ അഖാബിഹിം, അവരെ പിന്നിലേക്ക്, അത് മക്കയിലേക്ക് തന്നെ മടക്കുന്ന ഒരവസ്ഥ അവർക്കുണ്ടാവരുതേ. ലാക്കിനൽ ബാഇസു സഅദ് ബിൻ ഖൗല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വിഷമത്തോടെ, എന്നാൽ ആ ഭാഗ്യം ലഭിക്കാത്തത് സഅദ് ബിൻ ഖൗലക്കാണ്. മറ്റൊരു സഅദാണ്. സഅദ് ബിൻ ഖൗല മക്കയിൽ തന്നെ മരിച്ചു. യർസിലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ മാത ബിമക്ക, സഅദ് ബിൻ ഖൗല മക്കയിൽ തന്നെ മരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അറിയിക്കണം. അദ്ദേഹം അവിടെ മരിച്ചു. എന്നാൽ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹജ്ജത്തുൽ വദാ ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഹദീസിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്ന്, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളത്. അതിന് തൊട്ട് മുമ്പ് ഹിജ്റ 9ാമത്തെ വർഷം, അതായത് മക്കം ഫത്ത് ഉണ്ടാകുന്നത് ഹിജ്റ 8ാം വർഷമാണ്. മക്കം ഫത്ത് ഹിജ്റ 8ാം വർഷം ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്രയും കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബികൾക്കും എന്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ല, ഹിജ്റ പോയതിനു ശേഷം ഉംറയോ ഒന്നും തന്നെ, ഹജ്ജോ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം അവർ ഉംറ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹജ്ജോ ഉംറയോ ഒന്നും തന്നെ സഹാബികൾക്കോ റസൂലുള്ളാഹിക്കോ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഹിജ്റ 8ാം വർഷം മക്കം ഫത്ത് സംഭവിച്ചു. മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് മക്ക വരികയുണ്ടായി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, ആ വർഷം ഹജ്ജ് ചെയ്തിട്ടില്ല. പണ്ഡിതന്മാർ പറയുന്നത് പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. ഒന്ന്, ആ വർഷത്തിലേക്ക് മക്കം ഫത്തോടുകൂടി ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ വന്നു തുടങ്ങി. പല ഗോത്രങ്ങളിൽ നിന്നും ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. ആമുൽ വഫദ്, ആളുകൾ യാത്രാ സംഘത്തിന്റെ വർഷം എന്ന് പറയുന്ന വർഷമാണത്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടുന്ന് തിരക്കിലായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഹിജ്റ 8ാം വർഷം അവിടെ മുശ്രിക്കുകൾ ബാക്കിയുണ്ട്. മക്കം ഫത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മുശ്രിക്കുകൾ ഹറമിൽ നിന്നും പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാ യഹുജ്ജ ബഅദ ഹാദിൽ ആമി മുശ്രിക്കുൻ, ഈ വർഷത്തിന് ശേഷം ഒരു മുശ്രിക്കും ഹജ്ജ് ചെയ്യുകയില്ല, ഒരു ബഹുദൈവ ആരാധകനും ഇനി മക്കയിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വർഷമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ റസൂൽ ഒരിക്കലും ഈ മുശ്രിക്കുകളോട് ഒരുമിച്ച് ഹജ്ജ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവിടെ നിന്നും വേറിട്ട് തന്നെ ഹജ്ജ് ചെയ്യാനാണ് ഇഷ്ടപ്പെട്ടത്. അതാണ് മറ്റൊരു കാരണമായി പണ്ഡിതന്മാർ പറയുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ഹിജ്റ 9ാം വർഷത്തിലേക്ക് പിന്തിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഫായിദ, സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച്, മഹത്തായ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവിടുത്തെ സഹാബികളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ സ്ഥലത്തില്ലെങ്കിൽ, കാണാനില്ലെങ്കിൽ അവിടെ ചോദിക്കുമായിരുന്നു എന്നാണ്, എവിടെയാണ് ഇന്നയാളുള്ളത് എന്ന് ചോദിക്കും. ഇന്നൊരാളെ കണ്ടിട്ടില്ല, രോഗിയാണെന്ന് അറിയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി സന്ദർശിക്കുമായിരുന്നു. ഇവിടെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു രോഗിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്, അവിടെ പോയി കണ്ടുമുട്ടുകയാണ്, അവിടെ പോയി കാണുകയാണ്.
അദ്ദേഹത്തിന് ആശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ജാഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഊദുനി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സന്ദർശിക്കുന്നതിന് വേണ്ടി എൻ്റെ അടുക്കലേക്ക് എത്തിയെന്നാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അവിടുന്ന് വലിയ ഭരണാധികാരിയാണ്, അവിടുന്ന് അങ്ങേയറ്റം വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളാണ്. എന്നിട്ട് പോലും ഒരു സാധാരണക്കാരനായ ഒരു സഹാബിയുടെ അടുക്കലേക്ക് എത്താനും ആ സഹാബിയെ പരിചരിക്കാനും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി മുൻകൈ എടുത്തിട്ടുണ്ട്. അവിടെ എത്ര വലിയ സ്ഥാനമുണ്ടെങ്കിലും ഹദീസുകളിൽ കാണാൻ സാധിക്കും, മദീനയിലുള്ള ഒരു ചെറിയ പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് വേണമെങ്കിൽ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചിട്ട് എവിടേക്ക് വേണമെങ്കിലൊക്കെ കൊണ്ടുപോകാം. അത് അത്രയും വഴങ്ങിക്കൊടുക്കുമായിരുന്നു. അതല്ലാതെ ആ പറയുന്ന ഒരാൾക്ക് അടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ആ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കില്ല. ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ അടുപ്പം തോന്നുന്ന രൂപത്തിലുള്ള എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്ന സ്വഭാവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും. രണ്ടാമത്തേത് സഹോദരങ്ങളെ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് ഇങ്ങനെ രോഗികളുണ്ടായാൽ അവരെ സന്ദർശിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതായ ഒരു കാര്യമാണ്. അതിൽ വലിയ പ്രതിഫലമുണ്ട്. നമ്മുടെ സഹോദരങ്ങളോടുള്ള ഹക്കാണ്. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, വഹുനാക സിത്തത്തു അഹ്കാമിൻ ഫീ ഇയാദത്തിൽ മർള, രോഗിയെ സന്ദർശിക്കുന്നതിൽ പ്രധാനപ്പെട്ട 6 അഹ്കാമുണ്ട്. പിന്നീട് ശേഖ് 1-2 പേജുകൾ അതുമായി ബന്ധപ്പെട്ട അഹ്കാമുകളാണ് വിശദീകരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അവ്വലൻ അത്തഅസ്സി ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നാമത് റസൂലുള്ളാഹിനെ പിൻപറ്റൽ തന്നെ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും അല്ലാഹുവിന്റെ റസൂലിലാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുള്ളത് എന്നാണ്. അപ്പോൾ രോഗി സന്ദർശനം ഒന്ന് റസൂലുള്ളാഹിനെ പിൻപറ്റലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് രോഗം ഉണ്ടായപ്പോൾ അവരെ പോയി കണ്ടുമുട്ടിയിട്ടുണ്ട്. രണ്ടാമത്തത് ഇഹ്തിസാബുൽ അജ്രി വസ്സവാബി ഫീ ഇയാദത്തിൽ മരീദ്, രോഗിയെ നമ്മൾ സന്ദർശിക്കാൻ പോയാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലമുണ്ട്. പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത്, അതിന് വലിയ പ്രതിഫലങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്, അതൊരാൾക്ക് ലഭിക്കുന്നതാണ്. 3 ഖലാഉ ഹഖ് അഖീഖൽ മുസ്ലിം, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ അല്ലെങ്കിൽ ഖംസുൻ എന്നൊക്കെ വന്നിട്ടുള്ള റിവായത്തുകളുണ്ട്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള 5 ബാധ്യതകൾ അല്ലെങ്കിൽ 6 ബാധ്യതകൾ. അതിൽപ്പെട്ടതാണ് അവൻ രോഗിയായാൽ ഇദാ മരിദ ഫഉദ്ഹു, അവൻ രോഗിയായാൽ അവനെ സന്ദർശിക്കുക എന്നുള്ളത്. ആ നിലക്കുള്ള ബാധ്യത നിർവഹണം അതിലുണ്ട്. 4-മത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇഅ്തിബാറുൽ ഇൻസാനി ബിനിഅമത്തില്ലാഹി അലൈഹി, മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുക എപ്പോഴാണ്? അവൻ രോഗിയെ കാണുമ്പോഴാണ്. രോഗിയെ കാണുമ്പോൾ ആ രോഗി എത്രമാത്രം പ്രയാസപ്പെടുന്നു എന്നറിയുമ്പോഴാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ലഭിച്ചിട്ടുള്ള ഈ അവയവങ്ങളുടെയും ആയുസ്സിന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ അനുഗ്രഹങ്ങൾ ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഗം ബാധിക്കും, ഒന്നുകിൽ സ്വന്തത്തിന് രോഗം ബാധിക്കും, ഒരാൾക്ക് മനസ്സിലാകും. അതിൽ മറ്റൊരാൾക്ക് ആ രോഗം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് വലിയൊരു നിഅമത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരാൾക്ക് തിരിച്ചറിയാൻ സാധിക്കുക എന്ന് പറയുന്നത് അള്ളാഹിന്റെ വലിയൊരു നിഅമത്താണ്. അത് ഇത്തരം കാര്യങ്ങളിലൂടെ ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹു എനിക്കിങ്ങനെ അനുഭവിപ്പിച്ചിട്ടില്ല, എനിക്ക് ഈ രൂപങ്ങളുള്ള പ്രയാസങ്ങളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല എന്നൊക്കെ ചിന്തിക്കാനും കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കാനും നന്ദി കാണിക്കാനും ഒരാൾക്ക് സാധിക്കുന്നതാണ്. 5-മതായി അദ്ദേഹം പറയുന്ന അഹ്കാമിൽ യംബഗി ലിമൻ ആദൽ മരീദ അൻ യകൂന അക്ബറു ഹമ്മിഹി ഇദ്ഖാൽ അസ്സുറൂരി അലൈഹി, പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഈ രോഗിയുടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കുക എന്നുള്ളതായിരിക്കണം. അതുകൊണ്ട് തന്നെ കളവല്ലാത്ത രൂപത്തിൽ ചില നല്ല സംസാരങ്ങൾ സംസാരിക്കാൻ ശ്രദ്ധിക്കണം. ഇന്ന് കുഴപ്പമില്ലല്ലോ, ഇന്നൊന്ന് മാറ്റമുണ്ടല്ലോ, ഒന്നൊരു പ്രസന്നതയുണ്ടല്ലോ എന്ന രൂപത്തിലൊക്കെ രോഗിയെ ആശ്വസിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കേണ്ടതുണ്ട്. കളവൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇന്നലത്തെക്കാളും നന്നായി എന്നങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ കളവ് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ കുഴപ്പമില്ലല്ലോ, ആ നിലക്കുള്ള പൊതുവായിട്ടുള്ള ചില വാക്കുകൾ പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് നല്ലതാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അതിന് നേരെ വിപരീതം ചില ആളുകൾ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അവർ രോഗിയുടെ അടുക്കലേക്ക് പോയാൽ അവനെ വിഷമിപ്പിക്കുന്ന രൂപത്തിൽ ആകെ ക്ഷണിച്ചു പോയല്ലോ, എന്താണ് കോലം. ചില ആളുകൾക്ക് വലിയൊരു മുസീബത്താണ് അത്തരത്തിലുള്ള സംസാരങ്ങളെ അവരുടെ വായിൽ നിന്ന് വരികയുള്ളൂ. ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ആകെ പറ്റ ക്ഷീണിച്ചല്ലോ, എല്ലും തോലായല്ലോ, കോലം കെട്ടല്ലോ, ഈ രൂപത്തിലുള്ള സംസാരങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്ന ആളുകൾക്കൊരു പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിൽ പറയുക എന്ന് പറയുന്നത് ശരിയല്ല. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായല്ലേ, ഇത്ര രീതിയിലൊക്കെ വീങ്ങിപ്പോയല്ലേ, ആ രൂപത്തിൽ ഇതൊന്നും ഇനി ഒരിക്കലും മാറുകയില്ല എന്നൊക്കെ രൂപത്തിൽ പറയും. ചില ആളുകളാണെങ്കിൽ ഒന്നുകൂടി എൻ്റെ അപ്പുറത്തേക്ക് ഇതേപോലെ തന്നെ മറ്റൊരാൾക്ക് ഉണ്ട്, അയാൾ ഒരാഴ്ച കൊണ്ട് മരിച്ചുപോയി എന്നൊക്കെ ചിലപ്പോൾ അതുപോലും പറയാൻ ചില ആൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇങ്ങനെ തന്നെയാണ് മറ്റേ തുടങ്ങിയത്, 1 മാസം കൊണ്ട് ഉത്തരവ് തീർന്നുപോയി, ആ രൂപത്തിലൊക്കെ സംസാരിക്കും. സഹോദരങ്ങൾ, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇതൊരു പക്ഷേ അയാളുടെ രോഗം കൂട്ടാൻ വരെ സാധ്യതയുണ്ട്. കാരണം മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും മറ്റും രോഗങ്ങൾ വർദ്ധിപ്പിക്കാനും ഉള്ള രോഗങ്ങൾ മാറാതിരിക്കാനും ഒക്കെ പലപ്പോഴും കാരണമാണ്. മനുഷ്യന്റെ മനസ്സിന് ആരോഗ്യം ഉണ്ടാവേണ്ടതുണ്ട്. ആ ആരോഗ്യം കെടുത്തിക്കളഞ്ഞാൽ ഒരുപക്ഷെ രോഗം വർദ്ധിക്കാനും, കാരണം ചിന്തകൾ, ടെൻഷനുകളൊക്കെ രോഗത്തെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. ചിലപ്പോൾ അയാൾ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്, പേടിയുണ്ട്, ടെൻഷൻ കൊണ്ടൊക്കെ. അത്തരത്തിലുള്ള സംസാരങ്ങളൊന്നും
സംസാരിക്കരുത്. മറിച്ച് സന്തോഷമുണ്ടാക്കുന്ന രൂപത്തിൽ, നമ്മൾ പ്രധാനപ്പെട്ട ഉദ്ദേശം അതായിരിക്കണം. അയാൾക്ക് നല്ലൊരു സന്തോഷം ഉണ്ടാകണം. നമ്മൾ പോയി കഴിഞ്ഞാൽ അയാൾക്കൊരു ആശ്വാസം ഉണ്ടാകണം. ആ രൂപത്തിലൊക്കെ നല്ല രീതിയിൽ, ഇതിനേക്കാളൊക്കെ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട്, അൽഹംദുലില്ലാ, ഇത്രക്കല്ലേ നമുക്ക് ഉള്ളൂ, നമ്മൾ ശുക്ർ കാണിക്കണം എന്ന രൂപത്തിലൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ആളെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. എന്തായാലും ഒരു ഇതൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുക. ആറാമത്തൊന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് മിമ്മാ യംബഗി അൽ ഇനായതു ബിഹി ഇൻദ ഇയാദത്തിൽ മരീദി അൻ യസ്അലഹു കൈഫ യുസല്ലി വ കൈഫ യതതഹർ. പോയി കഴിഞ്ഞാൽ ദീനിയായിട്ട് അവന്റെ ശുദ്ധീകരണത്തിന്റെ വിഷയത്തെക്കുറിച്ച്, നിസ്കാരത്തിന്റെ വിഷയത്തെക്കുറിച്ച് ഇതൊക്കെ പലപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ആളുകൾ മറന്നു കളയുന്ന കാര്യമാണ്. അത് നമ്മൾ ചോദിക്കണം. എന്നാൽ എങ്ങനെയാണ് ഉളു എടുക്കാനൊക്കെ പറ്റാറുണ്ടോ, അപ്പോൾ നിസ്കരിക്കാറുണ്ടോ, ഈ കാര്യങ്ങൾ ചോദിക്കണം. കാരണം പലരും അത് ചോദിക്കുകയില്ല. കാരണം ഈ രോഗത്തിന്റെ പ്രയാസമൊക്കെ കാണും. ഇവനോട് ഇനിയിപ്പോൾ എങ്ങനെ നിസ്കാരത്തിന്റെ കാര്യം പറയാം, ഇവനോട് എങ്ങനെ വുളുവിന്റെ കാര്യം പറയാം. സഹോദരങ്ങൾ, ഒരിക്കലും നമ്മളങ്ങനെ ചിന്തിക്കേണ്ടതില്ല. അവനോട് മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചോദിക്കുക, എങ്ങനെയാണ് അപ്പോൾ ബാത്റൂമിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ അല്ലേ, അപ്പോൾ എങ്ങനെയാണ് വുളു എടുക്കാൻ പറ്റുമോ? ഇല്ല, വുളു എടുക്കാൻ പറ്റൂല. എന്നാൽ വുളു എടുക്കാൻ പറ്റൂലെങ്കിൽ നമുക്കിതിങ്ങനെ തയമ്മും ചെയ്യാനുള്ള വകുപ്പുണ്ട്, നിങ്ങൾ തയമ്മും ചെയ്താൽ മതി. അപ്പോൾ ചിലപ്പോൾ അയാൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിനും അവസ്ഥ അതാണ്. അവർ രോഗിയായി ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ പിന്നീട് അത്ര ഒരു മാസമാണെങ്കിൽ ഒരു മാസം പിന്നെ നിസ്കരിക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അത് മിക്കവാറും സാധിക്കാത്ത അവസ്ഥ വരും. ചിലപ്പോൾ നമ്മളിത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ അവരവസാനം മരിക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് നിസ്കരിക്കാത്തവരായിട്ടായിരിക്കും മരിച്ചു പോവുക. അള്ളാഹുവിന്റെ അടുക്കലാണ് അവരുടെ കാര്യം. അവരുടെ അറിവില്ലായ്മ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമ്പോൾ നമുക്ക് അറിയില്ല. പക്ഷേ അവിടെ അവസാനം ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ്, നിസ്കാരക്കാരനല്ലാത്ത അവസ്ഥയിലേക്കാണ് അവൻ ചിലപ്പോൾ മരണത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിന്റെ ദീനിൽ പ്രയാസമുള്ള യാതൊരു കാര്യമില്ല. ഫത്തഖുല്ലാഹ മസ്തതാഅതു, സാധിക്കുന്നത്ര അള്ളാഹിനെ സൂക്ഷിച്ചാൽ മതി. നിന്റെ രോഗം മൂർച്ഛിച്ച് പ്രയാസപ്പെടുന്ന രൂപത്തിൽ ഒന്നും ചെയ്യേണ്ടതില്ല. കഷ്ടപ്പെട്ട് ബാത്റൂം വരെ പോയി ബുദ്ധിമുട്ടി തടഞ്ഞു വീഴേണ്ട ആവശ്യമൊന്നുമില്ല. പ്രയാസമുണ്ടോ, അവിടെ തന്നെ ഇരുന്ന് തയമ്മും ചെയ്താൽ മതി. തയമ്മും എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ശുദ്ധമായ മണ്ണെടുത്തുകൊണ്ട് വന്നു അതിൽ കൈ അടിച്ചുകൊണ്ട് നിന്റെ മുഖം തടവുക, കൈ രണ്ടും തടവുക, അത്രയേ ഉള്ളൂ. വലിയ പ്രയാസമൊന്നുമില്ല. ഇനി അതും സാധിക്കുന്നില്ലെങ്കിൽ പോലും ഫാഖിദു തുഹൂറൈൻ, രണ്ട് ശുദ്ധി നഷ്ടപ്പെട്ടവൻ എന്ന മസാലയുണ്ട്. അവനൊരു ശുദ്ധീകരണവും ഇല്ലാതെ നിസ്കരിക്കാവുന്നതാണ്, പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പൊ പിന്നീട് സംശയം നജസിനെ കുറിച്ചിട്ടാണ്. ഇവിടെയൊക്കെ മൂത്രം കുറ്റുന്നുണ്ട്, പൈപ്പ് ഇട്ടിട്ടുണ്ട്, അതെല്ലാം കിടന്നെടുത്ത് തന്നെ ചിലപ്പോൾ മൂത്രമുണ്ട്, ഇതൊന്നും എനിക്ക് മാറ്റിത്തരാനോ സാധിക്കുകയില്ല. സഹോദരങ്ങളെ പറഞ്ഞു കൊടുക്കുക. നജസുകളെ നീക്കം ചെയ്യുന്നതും അത് കഴിവുള്ള ആളുകൾക്ക് മാത്രമാണ്. പ്രയാസമുള്ള ആളുകൾക്ക് നജസോടുകൂടി തന്നെ നിസ്കരിക്കാവുന്നതാണ്. അത് വസ്ത്രത്തിലാകട്ടെ, ശരീരത്തിലാകട്ടെ, കിടന്ന സ്ഥലത്താകട്ടെ, വസ്ത്രത്തിൽ എല്ലാം സഹോദരങ്ങളെ അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിന്നുകൊണ്ട് നിസ്കരിക്കൽ കഴിവുള്ളവർക്ക് മാത്രമാണ് നിർബന്ധം ഫർള് നിസ്കാരത്തിൽ. അല്ലാത്തവർക്ക് ഇരുന്നുകൊണ്ട് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നതും രോഗിയായ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോഴാണ്. സല്ലി ഖായിമൻ, ആദ്യം പറഞ്ഞത് നിന്നുകൊണ്ട് നിസ്കരിക്കണം. ഫഇല്ലം തസ്തതി ഫഖാഇദൻ, സാധിക്കുന്നില്ലെങ്കിൽ ഇരുന്നുകൊണ്ട് നിസ്കരിക്കണം. ഫഇല്ലം തസ്തതി ഫഅലാ ജംബിൻ, അതിന് സാധിക്കുന്നില്ലെങ്കിൽ ചെരിഞ്ഞു കടന്നുകൊണ്ട് നിസ്കരിക്കണം. ചെരിഞ്ഞു കടന്നുകൊണ്ട് നിസ്കരിക്കുന്ന ചില ആളുകൾക്ക് അറിയില്ല. ചെരിഞ്ഞു കടന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്, വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കടന്നാൽ മുഖം കിബിലയിലേക്കായിരിക്കണം. തലഭാഗം കിബിലയുടെ വലതുഭാഗത്തും കാൽഭാഗം കിബിലയുടെ ഇടതുഭാഗത്തും ഉണ്ടാവും. മുഖം കിബിലയിലേക്കാണ്. വലതുഭാഗം ഒരാൾക്ക് ചെരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇടതുഭാഗം ചെരിഞ്ഞ് നിസ്കരിക്കണം. അപ്പോൾ മുഖം കിബിലയുടെ ഈ ഭാഗത്ത് ഇടതുഭാഗത്തും വലതുഭാഗത്തേക്കായിരിക്കും കാലുണ്ടാവുക. അപ്പോൾ മുഖം നേരെയാകണം, തല കിബിലയുടെ ഇടതുഭാഗത്തുണ്ടാകും. അങ്ങനെയാണ് നിസ്കരിക്കുക. ഇനി ഇതിനും സാധിക്കുന്നില്ലെങ്കിൽ മലർന്ന് കടന്നുകൊണ്ട് നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കുമ്പോൾ കിബിലക്ക് നേരെ എതിർവശത്തായിരിക്കും തല ഉണ്ടാവുക. കിബിലയിലേക്ക് രണ്ട് കാലുകൾ നീട്ടുന്ന അവസ്ഥയിലാണ്. ഇതൊന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കണം. ഇനി ഇരുന്നുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ചാരി ഇരുന്നുകൊണ്ട് അവിടെ നിസ്കരിക്കണം. സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെ ഒരു മടിയുമില്ലാതെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അത് പ്രായം ചെന്നവർക്ക്, അഥവാ അതിന് അക്കലുള്ള ആളുകൾക്ക്. ചില ആളുകൾക്ക് ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നുണ്ടാവും. ഓർമ്മശക്തി പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിസ്കാരം ബാധ്യതയില്ല, അവരെ കൂടെ പറയേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് ഓർമ്മശക്തി ഉണ്ടാവുകയില്ല, ഓർമ്മ പാടെ നശിച്ചു പോയിട്ടുണ്ടാവും, ഒന്നും മനസ്സിലാവാത്ത അവസ്ഥ ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവരോട് നമ്മൾ അത്തരം കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അതല്ലാത്ത ആളുകളോടാണെങ്കിൽ ഈ പറയുന്ന രൂപത്തിലൊക്കെ സഹോദരങ്ങളെ പറഞ്ഞ് അവിടെ തഹാറത്തിന്റെയും നിസ്കാരത്തിന്റെയും ഒക്കെ രൂപം പറഞ്ഞു കൊടുക്കണം. റുക്കുവും സുജൂദൊക്കെ ആംഗ്യം കാണിച്ചാൽ മതി, കാര്യങ്ങൾ പറയണം. ഇനി ഇതിനൊന്നും സാധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നീയത്തുകൊണ്ട് മനസ്സിൽ കരുതിക്കൊണ്ട് നിസ്കരിക്കാം. ഒന്നും വേണ്ട, വെറുതെ അവിടെ ഇരുന്ന് അള്ളാഹു അക്ബർ എന്ന് പറയാം. തക്ബീറത്തുൽ ഇഹ്റാമാണ് നീയത്ത് വെക്കുക. ദുആഉൽ ഇസ്തിഫ്താ, ഫാത്തിഹ, സൂറത്ത്, അല്ലാഹു അക്ബർ, സുബ്ഹാന റബ്ബിൽ അസീം, സുബ്ഹാന റബ്ബിൽ അസീം, സമി അല്ലാഹു ലിമൻ ഹമിദ, റബ്ബനാ വലക്കൽ ഹംദ്, അല്ലാഹു അക്ബർ. ഇതൊക്കെ പറയൽ മാത്രം, മനസ്സിൽ നീയത്ത്, ഞാൻ ഇന്നതാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിസ്കരിക്കണം. അത് ഏറ്റവും അവസാനത്തിലാണ്. ആ നീയത്ത് വെക്കാനുള്ള ചിന്ത ഒരാൾക്കില്ലെങ്കിൽ, ആ ചിന്താശേഷി പോലും ഇല്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം ബാധ്യതയില്ല. അതല്ലെങ്കിൽ ഈ അവസ്ഥ വരെയും നിസ്കരിക്കണം, നിസ്കാരത്തിന് അളവില്ല. രോഗിയുടെ അടുക്കലേക്ക് പോയാൽ ബന്ധപ്പെട്ടിട്ടുള്ള അഹ്കാമുകളാണ് നിസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ മുറക്ക്
പറഞ്ഞു കൊടുക്കുക. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുന്നുണ്ട്, വമിൻ മുഹിമ്മാത്തി ആയിദിൽ മരീദ് അയ്ദൻ അൻ യഖൂൽ യാ അഖി അൻത അൽആൻ മഹ്ബൂസുൻ ബിൽ മർദ് ലൈസ ലക ശുഗുൽ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറയാണ്. നീ ഇപ്പോൾ എന്തായാലും ഇവിടെ വെറുതെ നിൽക്കുകയാണല്ലോ, അപ്പോൾ നിനക്ക് ചിലപ്പോൾ ഖുർആൻ പാരായണം ചെയ്യാം, വർദ്ധിപ്പിക്കാം, ദിക്റുകളൊക്കെ നന്നായി ചെയ്യാമല്ലോ, ഇസ്തിഗ്ഫാറൊക്കെ വർദ്ധിപ്പിക്കാം. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് നിന്റെ ശരീരത്തിനും മനസ്സിനൊക്കെ നല്ലതാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചെയ്യുമ്പോഴാണ് നിന്റെ മനസ്സിനൊക്കെ സമാധാനം കിട്ടുക. ചില ആളുകൾക്ക് രോഗം കാരണത്താൽ ഒരുപാട് ടെൻഷനിലായിരിക്കും. രോഗം ഉണ്ടാകുമ്പോൾ തന്നെ മനുഷ്യന് ഒരുപാട് ടെൻഷനും പ്രയാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും അത്തരം സാഹചര്യത്തിൽ ആളുകൾ ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കായിരിക്കും, ഒന്നും ചെയ്യൂല, വെറുതെ ഇങ്ങനെ നിൽക്കും, ഓരോന്ന് ആലോചിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെ ദിക്റൊക്കെ ചൊല്ലി വെറുതെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, സ്വലാത്തും ഇസ്തിഗ്ഫാറും, ഇതൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അത് മനസ്സിന് സമാധാനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അതേപോലെ പ്രതിഫലവും ലഭിക്കുന്നതായിരിക്കും. ഇപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ പറയേണ്ടതായ കാര്യമാണ് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയാണ്. പിന്നീട് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ചില മസ്അലകളാണ് ഇയാദത്തുൽ മരീദുമായി ബന്ധപ്പെട്ടത്. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി ഇങ്ങനെ കാണേണ്ടതുണ്ടോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ ഹാല് പരിശോധിച്ചിട്ടേ, അത് അയാളുടെ അവസ്ഥ പരിശോധിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് അയാൾക്കൊരു പ്രയാസമായി തോന്നുകയാണെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ രോഗസന്ദർശനം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു പ്രയാസമാണ്. ചിലപ്പോൾ ചില ആളുടെ വീട് വളരെ ഞെരുക്കമുള്ള വീടായിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ ചിലപ്പോൾ ഭാര്യയ്ക്കും കുട്ടികൾക്കൊക്കെ നിൽക്കാനുള്ള പ്രയാസങ്ങളൊക്കെ മറ്റുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോവുക എന്നുള്ളത് നല്ലതല്ല. നമ്മൾ നല്ലൊരു ബാധ്യതയ്ക്ക് ഒരു തവണ പോവുക, ഇടയ്ക്കിടയ്ക്ക് പോയി പ്രയാസപ്പെടുത്തേണ്ടതില്ല. എന്നാൽ നിങ്ങൾ വരുന്നത് അയാൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് പോകാവുന്നതാണ്, നല്ലതാണ്. അതേപോലെ തന്നെയാണ് പോയാൽ എത്ര നേരം ഇരിക്കാം ഇതിനെക്കുറിച്ചും പറയുന്നത്. ആ ഹാല് മനസ്സിലാക്കണം. നിങ്ങൾ കുറേ നേരം ഇരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കുറേ നേരം ഇരിക്കരുത്. എന്നാൽ നിങ്ങളുടെ സാന്നിധ്യം അയാൾക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കുകയും ചെയ്യാം. അതൊക്കെ അവസ്ഥകൾക്ക് നോക്കി ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നീട് ഹദീസിൽ വന്ന മറ്റൊരു പ്രയോഗമാണ്, യാ റസൂലല്ലാഹ് ഖദ് ബലഗ ബി മിനൽ വജഇ മാ തറ, അല്ലാഹുവിന്റെ റസൂലെ താങ്കൾ കാണുന്നത് പോലെ എനിക്ക് വേദന ഇങ്ങനെ എത്തിയിട്ടുണ്ട്, ഈ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകളോട് പറയാം എന്നുള്ളതാണ് ഇതിനുള്ള തെളിവായിട്ട് പറയുന്നത്. പക്ഷേ അതൊരു പരാതി പറച്ചിൽ പോലെ ആകാൻ പാടില്ല എന്ന്. ഒരു പരാതി പറച്ചൽ, നമ്മുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാനുള്ള പറച്ചൽ ആകരുത് എന്നാണ്. അത് അള്ളാഹിനോട് മാത്രമേ ചെയ്യാവൂ. എന്ത് പ്രയാസമാണെങ്കിലും അത് ഇറക്കി വെക്കേണ്ടത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. അതല്ലാതെ നമ്മൾ രോഗങ്ങളുടെ പ്രയാസങ്ങളുടെ കെട്ടഴിക്കേണ്ടത് കാണാൻ വരുന്ന ആളുകളോടോ ആരോടും അല്ല. അത് വലിയൊരു ക്വാളിറ്റിയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പറയുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ അത് ഒതുക്കി വെക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം. എന്നാൽ എനിക്ക് എൻ്റെ രോഗത്തിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെ വേദനകളുണ്ട്, അത് അറിയിക്കുന്നത് തെറ്റില്ല എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞത്. കാരണം സഹാബി അത് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പരാതി എന്നുള്ള നിലക്കല്ല, നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരികയാണ്. അത്തരം കാര്യങ്ങൾ, ഇങ്ങനെ വേദനകളുണ്ട്, ഇന്ന സ്ഥലത്ത് വേദനയുണ്ട്, ഇന്നിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് പോലുള്ള കാര്യങ്ങൾ അത് പറയാവുന്നതാണ്. എന്നാൽ പരാതി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് പറയേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കാനും അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് അനദൂ മാലിൻ എന്ന് പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് സമ്പത്തുണ്ട്. മാലിൻ കസീർ എന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഒരുപാട് സമ്പത്തുണ്ട് എന്നുള്ളത് അത് അറിയിക്കുന്നുണ്ട്. അത് ഭാഷാപരമായ നിയമം കൂടി അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വല യരിസുനി ഇല്ലാ ഇബ്നതുല്ലി, എൻ്റെ ഒരു മകളല്ലാതെ ഈ സമ്പത്ത് അതിനനന്തരം എടുക്കുകയില്ല എന്നാണ്. അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ മറ്റു കുടുംബ ആളുകളൊക്കെ ഉണ്ട്, മറ്റു കുടുംബങ്ങളൊക്കെ അവിടെ ഉണ്ട്, ഭാര്യയുണ്ട്, ഉമ്മയും ഉപ്പയും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് എൻ്റെ ദുരിയത്തിൽ നിന്നും, എൻ്റെ സന്താനങ്ങളിൽ നിന്നും മകളല്ലാതെ മറ്റാരും ഇല്ല എന്നാണ്. അതാണ് ഉദ്ദേശിച്ചത് എന്നാണ്. എന്നാൽ പിന്നീട് സഹോദരങ്ങളെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന് ഒരുപാട് ആൺമക്കളും പെൺകുട്ടികളൊക്കെ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അത് അറിയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്. ചിലപ്പോൾ നമ്മളെ ജീവിതം തീർന്നു എന്ന് തോന്നുന്നിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഒരുപാട് ദീർഘായുസും ഒരുപാട് അവസ്ഥകളൊക്കെ നൽകാം. അദ്ദേഹം ഏകദേശം മരിക്കാനായി എന്ന് തോന്നിയത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില വസിയത്തുകളൊക്കെ, ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ തേടിയത് എന്ന് കാണാൻ സാധിക്കും. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സന്തോഷ വാർത്ത വഹീന്റെ അടിസ്ഥാനത്തിൽ അറിയിച്ചതുപോലെ തന്നെ താങ്കൾ ഒരുപക്ഷെ ഒരുപാട് കാലം ബാക്കിയുണ്ടാകും, താങ്കളുടെ സമ്പത്ത് കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഉപകാരമുണ്ടാകും, താങ്കളെ കൊണ്ട് കുഫാറുകൾക്ക് ഉപദ്രവം ഉണ്ടാകും, ഇതൊക്കെ അവിടെ നിന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇവിടെ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപദേശങ്ങൾ തേടുകയാണ്. ഫി ഹാദിഹിൽ ജുംലത്തി അയ്ദൻ ദലീലുൻ അലാ ഇസ്തിശാറത്തി അഹ്ലിൽ ഇൽം ഔ അലാ ഇസ്തിഫ്താഇഹിം, അറിവുള്ള ആളുകളോട് ഫത്വ ചോദിക്കുകയോ അല്ലെങ്കിൽ മുഷാവറ ചോദിക്കുകയോ ചെയ്യുകയോ നടത്തുക എന്നുള്ളതിന് ഈ ഹദീസിൽ ഫായിദയുണ്ട് എന്നാണ്. ഹുനാക ഫർഖൻ ബൈനൽ ഇസ്തിഫ്താഇ വ ബൈനൽ ഇസ്തിശാറ, മുഷാവറയും ഫത്വ ചോദിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫത്വ ചോദിക്കുക എന്നുള്ളത് അറിവുള്ള ആളുകളോടായിരിക്കും, എന്നാൽ മുഷാവറ നടത്താൻ
എപ്പോഴും അറിവുള്ള ആളുകളോട് തന്നെ ആകണമെന്നില്ല. കാരണം ആ വിഷയവുമായി ബന്ധപ്പെട്ട് അറിവുള്ള ആരാണോ അവരുമായിട്ട് മുഷാവറ നടത്തിയാൽ മതിയാക്കുന്നതാണ്. ചിലപ്പോൾ അറിവുള്ള ഒരാൾക്ക് എല്ലാ വിഷയങ്ങളിലും കഴിവുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഏതൊരു വിഷയത്തിലാണോ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് മുഷാവറ നടത്തുക, അതിൽ ചെയ്യുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് രണ്ട് കാര്യങ്ങളും ഒരുമിച്ച ആളാണ്. രണ്ട് കാര്യങ്ങളും അവിടുന്ന് ഒരുമിച്ചിട്ടുണ്ട്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സ്വഹാബികൾ ചോദിക്കുകയാണ്. അതാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞ മറ്റൊരു ഫായിദ. ഇസ്തിഖാറ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഖാറ നടത്താൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇസ്തിഖാറ നടത്തണം, ഷൂറ നടത്തണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ചില ഫായിദകളോട് പറയുന്നുണ്ട്. അഫ അതസദ്ദഖു ബിസുലിസൈ മാലി, സഹാബി ചോദിക്കുന്നത് എൻ്റെ 2 ഞാൻ അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കട്ടെ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. മറിച്ച് അവിടുന്ന് വേണ്ട എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എത്രയെന്നും കൂടി പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നീട് സഹാബി ചോദിക്കുകയാണ്, ഞാൻ പകുതി, അതും വേണ്ട എന്ന് മാത്രം പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് 1/3 ചോദിച്ചപ്പോൾ നഅം എന്നല്ല അവിടുന്ന് പറഞ്ഞത്, വസ്സുലുസ് അസ്സുലുസ് വസ്സുലുസ് കസീർ, 1/3 അത് തന്നെ കൂടുതലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് അതിന്റെ കാരണവും പറഞ്ഞു കൊടുത്തു. ഇന്നക ഇൻതദർ വറസതക അഗ്നിയ ഖൈറും മിൻ അൻ തദറഹും ആലതൻ യതകഫഫൂന الناس, മക്കളെ അവർക്ക് വേണ്ട സാമ്പത്തിക സ്ഥിതിയിൽ നീ വിട്ടേച്ചു പോകുക എന്നുള്ളതാണ് അവർ പിന്നീട് ആളുകളോട് കൈനീട്ടുന്നതിനേക്കാളും നിനക്ക് നല്ലത് എന്നാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു ഇല്ലത്തും കൂടി 1/3 ബാക്കി വെക്കാൻ, അത് തന്നെ 1/3 കൊടുക്കുന്നതിന് അധികമാണ് എന്ന് പറയും. അത് മാത്രം പറഞ്ഞ് അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ സഹാബിക്ക് തോന്നും എന്താണോ അങ്ങനെ പറഞ്ഞത്, അതിന്റെ ഹിക്മത്ത് എന്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിന്റെ കൂടെ അതിന്റെ ഹിക്മത്തും കൂടി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അഥവാ കുട്ടികൾ അങ്ങനെ വഴിയാധാരമായി പോകരുത്, അവരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥയിൽ എത്തരുത് എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, അങ്ങനെയുള്ള ഹിക്മത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിന് എന്ത് ചെയ്യും, സമാധാനം, ആശ്വാസം കിട്ടും. ഒരു കാര്യം എന്താണ് ഇങ്ങനെ, അതിനൊരു കാരണം കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആശ്വാസം ലഭിക്കും, സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീനിന്റെ ഏത് നിയമമാണെങ്കിലും ഹിക്മത്ത് അറിഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി അത് അനുസരിക്കൽ നമുക്ക് ബാധ്യതയാണ്. അനുസരിക്കൽ അത് ബാധ്യതയാണ് എന്നുള്ളത് സഹോദരങ്ങളെ മനസ്സിലാക്കണം. എന്നിട്ട് അദ്ദേഹം ചോദിച്ചത് 1/3 ചെയ്യട്ടെ എന്നാണ്. അപ്പോൾ ഇതിൽ നിന്നും തെളിവുണ്ട്, രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വതക്ക 1/3 വരെ സ്വതക്ക ചെയ്യാം എന്ന് തെളിവുണ്ട്. എന്നാൽ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്, മരണം വെപ്രാളം ഉണ്ടാകുന്ന സമയത്ത് പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല, ഈ നിലക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ആ സമയത്ത് അയാൾ ഇന്നയാൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അത് ഇന്നയാളതും ഒക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു. അതിന് മുമ്പേ തന്നെ രോഗാവസ്ഥയിൽ മറ്റുമൊക്കെ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്, അങ്ങനെ ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ നല്ല തവക്കുലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, വലിയ തവക്കുലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണെങ്കിലും അത് തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് കാണാം. കാരണം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ വലിയൊരു യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമ്പത്ത് ഏറെ ആവശ്യം വരുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് നമുക്ക് കാണാൻ സാധിക്കും, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽയൗമ അസ്ബിഖു അബാ ബക്രിൻ, ഈ ദിവസം ഞാൻ അബൂബക്കറിനെ എന്തായാലും പരാജയപ്പെടുത്തും. അഥവാ ദീനിന്റെ കാര്യത്തിലുള്ള ഒരു മത്സരമാണ്. ഫലിദാലിക ഫല്യതനാഫസുൽ മുതനാഫിസൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങളിൽ മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ. ഉമർ പറഞ്ഞു, ഇന്ന് ഞാൻ ഈ അവസരം മുതലെടുക്കും, കാരണം ഇസ്ലാമിന് ഏറെ സമ്പത്ത് ആവശ്യമുള്ള ഒരു ദിവസമാണ്, ഞാൻ എൻ്റെ സമ്പത്തിന്റെ പകുതി കൊടുക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ആ ദിവസവും അദ്ദേഹത്തിന് സാധിച്ചില്ല. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊണ്ടുവന്ന് ചെലവഴിച്ചു. റസൂലുള്ളാഹി ചോദിച്ചു, മാദാ തറക്ത ലി അഹ്ലിക്, നീ എന്താണ് നിന്റെ കുടുംബത്തിന് ബാക്കി വെച്ചത്? അവിടുന്ന് പറഞ്ഞു, അല്ലാഹും റസൂലും ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു. അത് മുഴുവൻ തവക്കുൽ ചെയ്തുകൊണ്ട് അദ്ദേഹം കൊടുക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് അത്രയും വലിയ തവക്കുലുണ്ടെങ്കിൽ അയാൾക്ക് സബബുകൾ വലിയ പ്രശ്നം ഉണ്ടാവുകയില്ല. അതായത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അയാൾ ചിന്തിക്കുന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല തരും എന്ന അത്ര തവക്കുള്ള ആൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം അതല്ലാത്ത ആളുകൾ പിന്നീട് എന്ത് ചെയ്യും, കൊടുത്തതിൽ വലിയ സങ്കടം ഉണ്ടാകുന്ന ചില ആൾക്കാരുണ്ടാവും, പിന്നെ കൊടുത്തത് കൊണ്ട് ഉപകാരമില്ലാതായി പോകും. അത്ര വലിയ തവക്കുലുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകുക തന്നെ ചെയ്യും, ഇതിന് പകരം നൽകുക തന്നെ ചെയ്യും എന്ന രൂപത്തിൽ ഒരാൾ കൊടുക്കുകയാണെങ്കിൽ വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്, അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നുവോ അള്ളാഹുവിന് മതിയായതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അബൂബക്കർ സിദ്ദീഖിനോട് അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അത് സ്വീകരിക്കാനുണ്ടായിട്ടുള്ളത് നമുക്കറിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കയ്യിൽ അതോടുകൂടി സമ്പത്ത് ഇല്ലാതായി പോയിട്ടുമില്ല. അദ്ദേഹത്തിന്റെ അടുക്കൽ പിന്നെയും ഒരുപാട് സമ്പത്ത് ഉണ്ടായതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി എത്രയാണ് വസിയത്തായി കൊടുക്കുമ്പോൾ എത്ര വരെ കൊടുക്കാമെന്നുള്ളതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ 1/3 തന്നെ കൂടുതലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ എത്രയാണ് ഏറ്റവും നല്ലത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന അടുത്ത അസ്ർ നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അദ്ദേഹം പറയുന്നുണ്ട്,
മൂന്നിലൊന്ന് വേണ്ടെങ്കിൽ നാലിലൊന്ന് തന്നാൽ തന്നെ മതി എന്ന് പറയുന്നുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വസിയത്തായി 5/1 അദ്ദേഹം എഴുതിയത് എന്ന് കാണാൻ സാധിക്കും. 5/1 അദ്ദേഹം വസിയത്തായിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എഴുതിയത്. അപ്പോൾ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശരീരയിൽപ്പെട്ടതാണ്. അതൊരാൾക്ക് ചെയ്യാവുന്നതാണ്. ഒരാളുടെ അടുത്ത് ഇപ്പോൾ 1 കോടി രൂപ ഉണ്ടെങ്കിൽ അത് 5/1 എന്ന് പറയുമ്പോൾ 20 ലക്ഷം രൂപ അള്ളാഹിന്റെ മാർഗത്തിലേക്ക് ഞാൻ എഴുതുകയാണ്. അതിന്റെ മരണശേഷം ഒരാൾക്ക് എൻ്റെ മൊത്തം സമ്പത്ത് നിന്ന് എടുക്കാവുന്നതാണ്. അത്രയും എഴുതാം. അല്ലെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഒരാൾ അതിന്റെ 4/1 എഴുതാം. 3/1 എഴുതേണ്ടതില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുലുസ് കസീർ, അത് തന്നെയാണ് അധികം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മരണശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ വസിയത്താണെങ്കിൽ ആ നിലക്കാണ് എഴുതേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവസാനം പറഞ്ഞത് വഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ് ഇല്ലാ ഉജിർത ബിഹാ. നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിൽ അതിനെല്ലാം നിനക്ക് പ്രതിഫലമുണ്ട്. എത്രത്തോളം ഒരാൾ സ്വന്തത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന് ഒരാൾക്ക് പ്രതിഫലമുണ്ട് എന്നാണ് പറയുന്നത്. അള്ളാഹിന്റെ മാർഗത്തിൽ ഒരാൾ സ്വന്തത്തിന് വേണ്ടി ചെലവഴിക്കാൻ, സ്വന്തം ഭക്ഷണം കഴിക്കാനാകട്ടെ, സ്വന്തമായിട്ട് അയാൾക്ക് എന്തിനാകട്ടെ അത് ഒരാൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് ഹദീസ് മൊത്തത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. വഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ് ഇല്ലാ ഉജിർത ബിഹാ എന്നാണ് പറയുന്നത്. അത് ആർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നീ സ്വന്തത്തിന് ഭക്ഷണം കഴിക്കാൻ, നിനക്ക് ജീവിക്കണമെങ്കിൽ ഭക്ഷണം വേണം, ഇബാദത്ത് ചെയ്യണമെങ്കിൽ ഭക്ഷണം വേണം, നീ പോയി ഭക്ഷണം കഴിക്കുകയാണ്, നീ വെള്ളം കുടിക്കുകയാണ്, അത് അള്ളാഹിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നീ ചെയ്യുന്നതാണ്, അത് നിനക്ക് പ്രതിഫലമുണ്ട് എന്നാണ് പറയുന്നത്. അല്ലാതെ ഒരു മനുഷ്യനൊരിക്കലും ഞാൻ വിശന്ന് മരിച്ചോട്ടെ എന്ന രൂപത്തിൽ ചിന്തിക്കാൻ പാടില്ല. അത് തെറ്റാണ്, അത് പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതൊരാൾക്ക് അതിലും പ്രതിഫലമുണ്ട്. ഹത്താ മാ തജ്അലു ഫീ ഇംറഅതിക്, നിന്റെ ഭാര്യയ്ക്ക് നീ ചെലവഴിക്കുന്നത് പോലും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. കാരണം ഭാര്യയ്ക്ക് ചെലവഴിക്കുക നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അത് തൃപ്തി ഉണ്ടായാലും ഇല്ലെങ്കിലും ആളുകൾ ചെയ്യേണ്ടതാണ്. ഒരാൾക്ക് ഭാര്യയോട് തൃപ്തി ഇല്ലെങ്കിലും അയാൾ ഭാര്യയുമായി ജീവിതം പങ്കിടുമ്പോൾ അത് കൊടുക്കേണ്ട കാര്യമാണ്. അപ്പം അതിൽ പോലും നിനക്ക് എന്തുണ്ട്, നീ ചിലപ്പോൾ മനസ്സ് തൃപ്തിയില്ലാതെ നീ ചിലപ്പോൾ കൊടുക്കുന്നതൊക്കെ ആയിരിക്കാം, പക്ഷെ അതിൽ പോലും നിനക്ക് പ്രതിഫലം പ്രതീക്ഷിക്കേണ്ട കാര്യം അതിലുണ്ട്. ഭാര്യയ്ക്ക് ചെലവഴിക്കുന്നതിൽ പോലും പ്രതിഫലം ഒരാൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞു വന്നത് എല്ലാം ചെലവഴിച്ചിട്ട് ഇതിന്റെ കുടുംബത്തിന് ചെലവഴിക്കുന്നതിന് പ്രതിഫലമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ പുറത്തുള്ള ആളുകൾക്ക് കൊടുത്താൽ മാത്രമേ അത് നിനക്ക് ലഭിക്കുകയുള്ളൂ എന്നല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് സഹാബി പറയുന്നത് ഇന്നക ലൻ തുഖല്ലഫ് ഫതഅമൽ അമലൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ് ഇല്ലാ ഇസ്തദത് ബിഹി ദറജതൻ വരിഫഅ. നീ അള്ളാഹിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ അമലുകൾ കൊണ്ടും നിന്റെ ദറജയും റിഫഅത്തും ഉയർച്ചയും സ്ഥാനവുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്നതാണ് എന്നാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലഅല്ലക അൻ തുഖല്ലഫ്, താങ്കൾ ബാക്കിയായേക്കാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ബിഷാറയാണ്, സന്തോഷ വാർത്തയാണ്. ഹത്താ യൽതഫിയ ബിക അഖ്വാമുൻ വയദറ ബിക ആഖറൂൻ, താങ്കൾക്ക് ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്യാനും ഒരുപാട് ആളുകൾക്ക് ദോഷം ചെയ്യാനും ഒക്കെ സാധിക്കും. അതായത് മുശ്രിക്കുകളാണ് ഉദ്ദേശിച്ചത് എന്ന് കാണാൻ സാധിക്കും. കാരണം ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടുള്ളത്, ഇസ്ലാമിന് വലിയ വലിയ കിരീടങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത്, വലിയ വലിയ സ്ഥാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ മറ്റു പല സ്വഹാബികൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, സന്തോഷ വാർത്ത അറിയിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അത് ഒരുപാട് കാലത്ത് ജീവിക്കുമെന്നുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിക്ക് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ തവാഫ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് നമുക്ക് അവർക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് അലസ്ത തുഹദ്ദിസുനാ അന്നനാ നഅതി അൽ ബൈത വനതൂഫു ബിഹി, താങ്കൾ പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾ വീട്ടിൽ മസ്ജിദിൽ കാബയിലേക്ക് എത്തും, തവാഫ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബല വലാകിൻ ഹൽ ഖുൽതു ലക് ഇന്നക തഅതീഹി ഹാദൽ ആം, ഈ വർഷം തന്നെ നീ പോകും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഫഇന്നക ആതിഹി വമുതവ്വിഫുൻ ബിഹി, വരും വർഷം നീ തവാഫ് ചെയ്യും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം. അത് ഉമർ റളിയല്ലാഹു ഒരു വർഷം കൂടി ജീവിക്കും എന്നുള്ളത് ബിഷാറത്ത് ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അനുസരിച്ചിട്ട് നൽകിയിട്ടുണ്ട്. അവസാനമുള്ളത് അല്ലാഹുമ്മ അംലി ലി അസ്ഹാബി ഹിജ്റതഹും വലാ തറുദ്ദഹും അലാ അഖാബിഹിം, അല്ലാഹു എൻ്റെ സഹാബികൾക്ക് അവരുടെ ഹിജ്റ പൂർത്തിയാക്കാനും അവരെ മടക്കി പോകുന്ന അവസ്ഥ അവർക്കുണ്ടാകാതിരിക്കാനും നീ ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ തന്നെ പറഞ്ഞു ലാകിന്നൽ ബാഇസ സഅദ് ബിൻ ഖൗല, സഅദ് ബിൻ ഖൗല എന്ന് പറയുന്ന മുഹാജിർ, അദ്ദേഹം തിരിച്ചു മക്കയിലേക്ക് എത്തിയപ്പോൾ അവിടെ തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന് ആ ഒരു അവസ്ഥ ലഭിച്ചിട്ടില്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് അതിന്റെ പേരിൽ കുറ്റമില്ല. കാരണം മരണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ കയ്യിൽപ്പെട്ട കാര്യമല്ല. അദ്ദേഹത്തിന് അവിടുന്ന് രോഗം ഉണ്ടായി. ഈ സഹാബിയല്ല, വേറെ സഅദ്, അദ്ദേഹം അവിടെ മരണപ്പെടുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കി ഹദീസുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.